പ്രൈസ് ലോൺ. ഒരു ദിവസം ഞാനും മക്കളും കൂടെ പാർക്കിൽ പോയിട്ട് നടന്നു വരുമ്പോൾ ഒരു സ്ത്രീ ഒരു പട്ടിയുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പട്ടിക്ക് ഈ പുൽപ്പട്ടി, നമ്മുടെ നാട്ടിലെ പുൽപ്പട്ടി, മുഖത്തെല്ലാം ഒത്തിരി രോമമുള്ള അങ്ങനത്തെ ഒരു കൊച്ചൊരു ഇതില്ലേ പട്ടിയിൽ, അത് ഞാൻ കൊണ്ട് ഇങ്ങോട്ട് വരുവാന്നേ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ വക കാര്യങ്ങളാണ് സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പം പിള്ളേർ ചോദിച്ചു, വാട്ട്സ് എ ഡോഗിൻ്റെ പട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു, ദാറ്റ്സ് എ നൈസ് ഡോഗ്, നല്ല ഡോഗ്, നല്ല പട്ടിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും പിള്ളേർ അതിനെ ഡോഗ് എന്ന് വിളിച്ചപ്പോൾ അതിന് ദേഷ്യം കയറി. ആ സ്ത്രീക്ക് ഇച്ചിരി വിഷമം ഉണ്ടായി. പറഞ്ഞു, ഡോണ്ട് കോൾ ഹെർ ഡോഗ്, അതിനെ പട്ടിന്ന് വിളിക്കരുത്, അതിൻ്റെ പേര് വിളിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഒരു പേര് പറഞ്ഞു. അതെനിക്കൊരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഞാൻ ഓർത്തു, ആദ്യം ഡോണ്ട് കോൾ, അതിനെ പട്ടിന്ന് വിളിക്കല്ലേ. ഞാൻ നോക്കി, ഇത് പട്ടി തന്നെയാണോ നോക്കണേ, ശരിയാ പട്ടി തന്നെയാണ്. പക്ഷേ ആ സ്ത്രീക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതിനെ പട്ടിന്ന് വിളിക്കുന്നത്. അപ്പം പേര് പറഞ്ഞു തന്നു. അപ്പം അത് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു എന്നെ ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് സ്ത്രീ, അത് പട്ടിയല്ലേ, അതിനെ പട്ടിയെന്നല്ലേ വിളിക്കണ്ടേ, എന്തുകൊണ്ടതിനെ ഇത് വിളിക്കുന്നെന്ന് ഉള്ള പേര്. അപ്പോൾ എനിക്കത് അന്നേരം ദഹിച്ചില്ലെങ്കിലും ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പം ക്ലാസ്സിൽ ഈ സെയിം സാധനം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദാമിൻ്റെ വിഷയം വന്നു. അന്നേരം എനിക്ക് ഇപ്പം എനിക്ക് മനസ്സിലാവോ ആ സ്ത്രീ എന്തുകൊണ്ടാണ് അന്നേരം വിഷമിച്ചെന്നും ആ പേര് വിളിക്കാൻ പറഞ്ഞെന്നും എനിക്ക് മനസ്സിലായി. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് ഇന്നത്തെ വിഷയത്തിൻ്റെ അകത്ത് വരും. അന്നേരം ഞാനത് പറയാം. ഓക്കെ, ആദ്യം നമുക്കിത് വായിക്കാം, പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് എനിക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കയറാം. ഓക്കെ, ആദ്യം വായിക്കാം. വയോമിർ എലോഹിം ലോ ടോ ഹെയോട്ട് ഹാ അദമ ലെവാദോ എസെ ലോ എസർ കെനഗ്ദോ വൈറ്റ്സർ എലോഹിം അഡോണായ് എലോഹിം മിൻ ഹാ അദമ ഖോൽ ഹയാറ്റ് ഹാ ഹസദെ വെ എറ്റ് ഖോൽ ഹഷമായിം വൈവേ എൽ ഹാ അദാം ലിറോട്ട് മേ ഇക്ര ലോ വെഹ്കോൽ ആഷർ ഇക്ര ലോ ആദമ നെഫേഷ് ഹയ ഹു ഷെമോ വൈക്ര ആദം ഷെമോട്ട് ലഖോൽ ഹാബേമ ലേ ഓഫ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ എന്നുള്ള ഹാഷമായും വേ ലഖോൽ ഹയാറ്റ് ഹദെ ഹാസദെ വേ ല ആദം ലോ മത്സ എസേർ കെനഗ്ദോ. ഈ എസേർ എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് തക്കതായ തുണ കിട്ടിയില്ല, തുണ കിട്ടിയില്ല എന്നുള്ളതാണ് എസേർ എന്ന് പറഞ്ഞാൽ. കെനഗ്ദോ എന്ന് പറഞ്ഞാൽ തക്കതായ തുണ കിട്ടിയില്ല. ഓക്കെ, വയാഫെൽ അഡോണ എലോഹിം ഹാ അൽ ഹാ അദമ തെറുവ വൈഷാൻ വൈ ആഘാത് മി വറത്തോ വൈസ്കാർ ബസാർ ടഹാറ്റ വയാവിൻ അഡോണായ് എലോഹിം എറ്റ് ഹാ സലം എന്ന് പറഞ്ഞാൽ വേർഡ് എന്ന് പറഞ്ഞാൽ ഇമേജ് അല്ല ഐക്കോൺ, പ്രതിമ, മനസ്സിലായി? അതേപോലെ സലം അഷേർ ലഖ മിൻഹ അദമ ഈഷ ലോ ഈഷ വൈവേ ലേ ഹ എൽ ആദമ വയോമിർ ഹ ആദം സോട്ട് ഹഫാം എറ്റ് സെയിം
മേ അച്ഛമായി വു ബസാർ മി ബസാറി ലസോത്ത് വു ഇഖാറെ ഇഷ ഖി മേയിഷ് ലുഖാഖ് സോത്ത് അൽഖൻ വായാസോ ഇഷ് എറ്റ് അവീവ് വെറ്റ് ഇമോ വ ദ വേക് ബെ ഇഷ്ടോ വേ ഹയോ ബസാർ ഏക്കാദ്. രണ്ടുപേരും ഒരു ജഡമായി തീർന്നു. വൈഹി ഷേ നെലിഹിം അറൂമീം ഹ അദാം വേ ഇഷ്ടോ വെലോ യിറ്റ് ബോ ഷെഷു. അത് രണ്ട് ഷൂ അടുത്ത് വരുന്നതാണ്. ഇറ്റ് ബോഷു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നഗ്നത തോന്നിയില്ല എന്നുള്ള ബൊറ്റ്സെ എന്നുള്ള വാക്കിൻ്റെ ഇതാണ്. അത് വൈറ്റ് ബോഷു. ഓക്കെ ഇനി ഞാൻ ഇംഗ്ലീഷ് അതിൻ്റെ റൈറ്റ് ട്രാൻസ്ലേഷനിൽ ഞാൻ വായിക്കാമേ. നമ്മൾ വായിക്കുന്നതിനെക്കാട്ടി ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ഉണ്ട്. ഗാഡ് എലോഹിം അഡോണായ് സെഡ്, ദൈവമാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ ഹ്യൂമൻ ടു ബി അലോൺ. ഐ വിൽ മേക്ക് എ ഫിറ്റിംഗ് കൗണ്ടർ പാർട്ട് ഫോർ ഹിം. ഓക്കെ, ആൻഡ് Adonai God formed out of the earth all the wild beasts and all the birds of the sky and brought them to the human to see what he will call them. Whatever human called each living creature, that would be its name. Okay, and the human gave name to all the cattle and the birds of the sky and all the wild beasts, but no fitting counterparts for human being was found. കെനക്ദോ നമ്മൾ മുമ്പ് വായിച്ച പോലെ എസേർ കെനക്ദോ, തക്കതായ തുണ കിട്ടിയില്ല. എന്നിട്ട് നെക്സ്റ്റ് വൺ, സോ ഗാഡ് അഡോണായ് കാസ്റ്റ് എ ഡീപ്പ് സ്ലീപ്പ് അപ്പോൺ ഹ്യൂമൻ. ഇത് സ്ലീപ്പ് ഇതിൻ്റെ ഒറിജിനൽ വേർഡ്സ് വരുമ്പോൾ സ്ലീപ്പ് അല്ല. ഓക്കെ, സ്ലീപ്പ് അപ്പോൺ ഹ്യൂമൻ. While he was sleeping, God took one of his side, ribella, one of his side, okay, and closed up the flesh at that side. Okay, വേറൊരു ട്രാൻസ്ലേഷന് പറഞ്ഞാൽ നേർ പകുതി എടുത്തു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തന്നെ ഹീബ്രു തന്നെ JPS ജൂയിഷ് പബ്ലിക്കേഷന് അങ്ങനെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൻ്റെ അകത്ത് പറഞ്ഞാൽ നേർ പകുതി, ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞ് ഒരു സൈഡ് എടുത്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് God Adonai fashioned that side which has been taken from the human into a man, bringing her to a human. And human എന്ന് വെച്ചാൽ ഹ്യൂമൻ എന്നല്ല ഇവിടെ പറഞ്ഞേ, ആദാം എന്നാണ് പറയേണ്ടത്. അതൊരു വേർഡ് പ്ലേ ഉണ്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി അദമ്മ എന്ന് പറയും, മനസ്സിലായി? അപ്പോൾ അവിടുന്ന് എടുത്ത ആളിനെ അദമ്മ എന്നാണ് പറയുന്നത്. ആഡമിന്നുള്ളത് ഇംഗ്ലീഷിലെ പേര്, ഇവർ വരുമ്പോൾ അദമ്മ പറയും. ഭൂമിക്കും അദമ്മ, ഇറ്റ്സ് എ വേർഡ് പ്ലേ. ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് മനുഷ്യന് ഭൂമിയുടെ മനുഷ്യൻ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഹ്യൂമൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദെൻ ഹ്യൂമൻ സെഡ്, ദിസ് ഈസ് വൺ അറ്റ് ലാസ്റ്റ് is born to my bones and flesh to my flesh. This one shall be called a woman, for from a human was she taken. Hence a man leave his father and mother and clings to his wife, so that they become one flesh. And two of them were naked, and human and his wife, yet they felt no shame. ഓക്കെ, മലയാളത്തിൽ ഞാൻ അനന്തരം യഹോവയായ ദൈവം മനുഷ്യനെ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. അത് ദൈവമാണ് പറയുന്നത്, തക്കതായ തുണയെ കൊടുക്കുമെന്ന്. ഓക്കെ,
അത് കഴിഞ്ഞ് യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് സൃഷ്ടിച്ചു. സകല മനുഷ്യൻ അവയെ അവ മൂന്നൊന്ന് പേര് നൽകി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ഞാൻ ഇതൊരു വേറെ ട്രാൻസ്ലേഷൻ ഞാൻ എന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് എടുക്കട്ടെ. അത് വായിച്ചിട്ട് അനന്തരം യഹോവയായ ദൈവം മനുഷ്യനെ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യന് അവയ്ക്ക് എന്തു പേരിടും എന്ന് കാണുവാൻ അവൻ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവജാതികൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലിൽ നിന്ന് ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് ചേരും. അവർ ഏക ദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയിരുന്നില്ല. നമ്മുടെ മലയാളം ബൈബിൾ നല്ല ഈ ഹീബ്രുവിൻ്റെ ഇപ്പം ഞാൻ വായിച്ച ഹീബ്രുവിൻ്റെ സെയിം എക്സാക്റ്റ് വിവർത്തനം പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. എനിവേ, നമ്മൾ മലയാളത്തിലും ഇതെല്ലാം വായിച്ചു. ഇനി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സുപ്രസ്നായ പിതാവേ, അപ്പച്ചൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ വരുന്നു. അല്പസമയം വചനത്തിൽ നിന്ന് പഠിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾ പോകുന്നു. ഞങ്ങളുടെ ധ്യാനങ്ങളും ഞങ്ങളുടെ പാട്ടുകൾ ഞങ്ങളുടെ പഠിത്തവും എല്ലാം അപ്പച്ചൻ പ്രസാദൊക്കെ തിരക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞായിരിക്കണമേ. സ്വർഗ്ഗത്തിലപ്പച്ച പരിശുദ്ധാത്മാവിനാൽ അടിയുടെ ഹൃദയത്തോടും നാവിനോടും പ്രവർത്തിക്കണേ. ആവശ്യമില്ലാത്ത ഒന്നും പറയുന്നത് കേൾക്കുന്ന ജനത്തിന് അത് ഹൃദയസ്ഥമാക്കുവാനും അത് ഒരു ഡെയിലി ലൈഫിൽ അത് യൂസ്ഫുള്ളായി തീരുമാനമാക്കണമേ. യേശു മനസ്സാക്കണം. യേശു തന്നെ ആണ്. ഓക്കെ, ഒരു കാര്യം പറയാനുള്ളത് ദാവീദിൻ്റെ കാര്യത്തെ പറ്റി. ദാവീദിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മമ്മി എന്നെ വഴക്ക് പറഞ്ഞു. ദാവീദിനെ എന്തിനെ ഇങ്ങനെ പറയുന്നത്? ഓക്കെ, നമ്മളുടെ എല്ലാവരുടെയും ഒരു സൂപ്പർ ഹീറോ പദവിയാണ് ദാവീദിന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ എക്സാക്ട് പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല, മനസ്സിലായി? ആവശ്യമില്ല, മമ്മിക്ക് കിട്ടിയില്ല. പക്ഷേ അത് പിന്നെ ഞാൻ മമ്മിയെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഹോപ്പ്ഫുള്ളി ആർക്കെങ്കിലും ഇത് അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ അതിൻ്റെ ബിഗ് പിക്ചർ കാണണം, സ്മോൾ പിക്ചറല്ല. ദാവീദ് വാസ് എ വെസൽ, ഒരു വെസലാണ്, ഒരു പാത്രമാണ്. ആ ദൈവം എടുത്ത് യൂസ് ചെയ്തു, മനസ്സിലായി? ദൈവത്തിൻ്റെ നാമത്തിന് യൂസ് ചെയ്തു. ഓക്കെ, അഭിഷേകം ഒരു കാര്യം നിവർത്തിക്കാൻ വേണ്ടിയുള്ള അഭിഷേകം. പുതിയ നിയമത്തിലെ അഭിഷേകം ദൈവം നമ്മളിൽ വസിക്കുന്ന ഒരു അനുഭവം, ഒരു ഡിഫറെൻറ്റ് അനുഭവം. ഓക്കെ, ബിഗ് പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് തുടങ്ങുന്നത് എവിടെയെന്ന് കഴിഞ്ഞാൽ അവർ ശമൂവേൽ പ്രവചനം 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എങ്കിലും ഇവർ മിസ്രൈമിൽ കിടന്നപ്പോൾ അവിടുന്ന് ദൈവം ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത് ഇറക്കിക്കൊണ്ടുവന്നു. മോശയെ കൂടെ കൊണ്ടുവന്നു. യോശുവയെ കൂടെ വാഗ്ദത്ത ദേശത്ത് താമസിക്കുവാനിടയായി. അത് കഴിഞ്ഞ് ന്യായാധിപന്മാരുടെ പുസ്തകം വന്നപ്പോൾ അതിൻ്റെ അത് വായിക്കുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ തോന്നുന്നത് പോലെ നടക്കാനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, പന്നിയുടെ സ്വഭാവം എന്ന് പറയത്തില്ലേ, പന്നിയെ കഴിച്ചാൽ പന്നിയുടെ സ്വഭാവമാകും. അത് ബർണബാസ് എഴുതി വെച്ച്, ഒറിജിനൽ ബർണബാസ് എഴുതിയല്ല, ആരോ ബർണബാസിൻ്റെ പേര് വെച്ച് എഴുതിയ സൂഡോ റൈറ്റിങ്. ഓക്കെ, അപ്പം
അപ്പോൾ അന്നത്തെ ആൾക്കാർ ചിന്താഗതി അതേപോലെയായിരുന്നു എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അപ്പം അപ്പോൾ അപ്പം ഈ ഇതിൻ്റെ അകത്ത് വായിക്കുമ്പം അവർക്കൊന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവം അവർക്കെല്ലാം കൊടുത്ത് കൊണ്ടുവന്നു. റൈറ്റ്, കൊണ്ടുവന്നപ്പോൾ അവർ ഇവിടെ വന്നപ്പം അവർ തിന്ന് തൃപ്തരായി, അവർ വയറ് നിറഞ്ഞു. ഇനിയിപ്പം മനസ്സിലായി, ഉപദേശിക്കാൻ വരുന്നവരെല്ലാം തട്ടിക്കളയുക. മനസ്സിലായി, അതായിരുന്നു അവരുടെ സ്വഭാവം. മനസ്സിലായി, ആ എക്സാമ്പിൾ ഇതേപോലെയാണ് അന്നത്തെ ആൾക്കാർ കാണുന്നത്. മനസ്സിലായി. അപ്പം ഈ ഇസ്രായേൽ മക്കൾ ഇവിടെ വന്ന് ഇങ്ങനെയായി. അത് ഏറ്റവും അവസാനം ഇപ്പം ശമൂവേൽ പ്രവചനത്തിനകത്ത് വായിക്കുമ്പം മലയാളത്തിൽ, ഞാൻ ഇംഗ്ലീഷ് വായിക്കാമേ, മലയാളത്തിൽ ഞാൻ എടുത്തിട്ടില്ല. സോ 8:4 തൊട്ട്. സോ ഓൾ ദ എൽഡേഴ്സ് ഓഫ് ഇസ്രായേൽ gathered together and approached Shamuel at Ramah. They said to him, "Look, you are old, and your sons don't follow your ways. So now appoint over us a king to lead us, just like all the other nations have." മനസ്സിലായി, മറ്റുള്ള ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ തരാൻ പറഞ്ഞു. അന്നേരം ശമൂവേൽ അത് ഭയങ്കര സങ്കടമായിപ്പോയി. ശമൂവേൽ അപ്പം അവർക്ക് പറഞ്ഞു, കുറേ പോളിസി പറഞ്ഞു, നീ രാജാവ് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യും. അവർ ഞങ്ങൾക്കത് കേൾക്കണ്ട, നീ ഞങ്ങൾക്ക് രാജാവിനെ വെച്ച് തന്നോ. ഏറ്റവും അവസാനം ശമൂവേൽ അത് ശമൂവേൽ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം പറഞ്ഞു, നിന്നെയല്ല ത്യജിച്ചത്, എന്നെയാണ് ത്യജിച്ചത്. അവർക്കിഷ്ടമുള്ള പോലെ ഒരു രാജാവിനെ കൊടുക്കട്ടെ, ലെറ്റ് ദം ലേൺ ദ ലെസൺ എന്ന് പറഞ്ഞുള്ളത്. മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു ദൈവമായ യഹോവയെ ത്യജിച്ചിട്ട് രാജാവിനെ വെക്കണം. അപ്പം ശമൂവേൽ പ്രവാചകൻ ഇന്ന പോലൊക്കെ ഉണ്ടാകും. മനസ്സിലായി. അവരതൊന്നും വക കൂട്ടിയില്ല. ഇത് ഇപ്പം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതേപോലത്തെ. മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു അഭിഷിക്തൻ്റെ കാര്യം പറഞ്ഞ്. അപ്പോൾ ദൈവം അപ്പോൾ ഇത്ര ഒരു ഇത്രയൊക്കെ കാണിച്ചിട്ടും ഗാഡ് സ്റ്റിൽ യൂസ്ഡ് ഹിം. മനസ്സിലായി, ടു ഹിസ് പർപ്പസ്. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി യൂസ് ചെയ്തു എന്ന് പറയാനുള്ള രീതിയാണ് വന്നത്. മനസ്സിലായി. ദൈവം അവിടെ ഇമ്പോർട്ടൻസ് ദാവീദിനല്ല, ദൈവം അതെടുത്തു. യഹൂദ ഗ്രഹത്തിൻ്റെ സിംഹമായി വാഴുവാൻ ഒരു ഇത് വേണം. മനസ്സിലായി, ലിനിയേജ് വേണം എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പം സീ ദ ബിഗ് പിക്ചർ. പക്ഷെ നമ്മളത് ചുരുക്കി ഒരു വ്യക്തിയിലെ ഇത് കാണും. പക്ഷേ അത് ചിന്തിക്കല് ദാവീദ് ചെയ്ത ഒരു കാര്യങ്ങളും ബൈബിൾ പറഞ്ഞ ഒരു കാര്യങ്ങളും ഇതല്ല. ഇപ്പം ഞാനിപ്പോൾ ഇത് എബ്രായ ലേഖനത്തിലെ 10 വിശ്വാസ വീരന്മാരുടെ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ ദാവീദിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അവസാനം അബ്രാമും മോശയൊക്കെ ഒരു ഫുൾ പാരഗ്രാഫ് വെച്ച് പറയുന്നുണ്ട്. ഒരു മനസ്സിലായോ? പക്ഷെ ഇവിടെ ഒറ്റ ദാവീദിൻ്റെ ഒരു പേര് മാത്രമേ പറഞ്ഞു പോകുന്നു. എങ്കിലും ദൈവം what he did cannot take away. മനസ്സിലായി. ആ ദാവീദ് ചെയ്തത് ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ബട്ട് വൺ സിമ്പിൾ മിസ്റ്റേക്ക്, ഒരു നിസ്സാരമെന്ന് കരുതുന്ന കാര്യം കൊണ്ട് പിന്നെ ദാവീദിൻ്റെ ജീവിതം പോകുന്ന പോക്ക് നോക്കി. നിങ്ങളൊരു ദിവസം സമയം കിട്ടുമ്പോൾ ഫുള്ള് ഒന്ന് എടുത്ത് വായിച്ച് വെക്കണം. ആദ്യം വരെ സൂപ്പർ ഹീറോ പോലെ ഇങ്ങനെ മേലോട്ട് പോയി. വൺ മിസ്റ്റേക്ക് എവറിത്തിങ് ശരിക്കും പണിഷ്മെൻറ്റ് കിട്ടിയെന്നുള്ള ഇതേപോലെ മനസ്സിലായി. പിന്നെ അപ്പം എന്ന് പറഞ്ഞു, നമ്മൾ നിസ്സാരം ഒന്ന് കാണുന്ന കൊച്ചു കാര്യങ്ങൾ സാംസങ് റൂട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് വെക്കരുത്. പിൽക്കാലത്ത് അത് വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഈവിളിന് ഒരു ഫുഡ് ഹോളിന് സ്ഥലം കൊടുത്താൽ അത് നമ്മളെ തകർത്ത് കളയും. അതേപോലെ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ. ഓക്കെ, അത് അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് സീ ദ ബിഗ് പിക്ചർ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദാവീദിനെ കുറ്റം പറഞ്ഞതല്ല. ഓക്കെ, ദാവീദിനെ കുറ്റം പറഞ്ഞത് ഒന്നുമല്ല, ദാവീദ് ചെയ്ത് ഒന്നും എടുത്ത് കളയാൻ പറ്റത്തില്ല. ബട്ട് സീ ദ ബിഗ് പിക്ചർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് വരാം. ഓക്കെ, ഇന്നത്തെ വിഷയത്തിൽ വരാം.
അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു വരാം. ആദ്യത്തെ വാക്യം 18-ാം അധ്യായത്തിൻ്റെ അകത്ത് ദൈവം പറഞ്ഞു മനുഷ്യൻ തന്നെ ഇരിക്കുന്നത് നന്നല്ല എന്ന് പറയും. ഇനി കുറച്ച് തമാശ രീതി ഞാൻ പറയാം, ആണുങ്ങളുടെയും സ്ത്രീകളുടെയും കാര്യം. സ്ത്രീകളായ എൻ്റെ പൊന്നു സഹോദരിമാരെ, ഞങ്ങൾക്കൊരു കഴിവുണ്ട്. ആണുങ്ങളായ ഞങ്ങൾക്കൊരു കഴിവുണ്ട്, ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരിക്കാനൊരു കഴിവുണ്ട്. ഓക്കെ, നിങ്ങൾക്കതില്ല. ഇത് മാനുഫാക്ചറിങ് ഡിഫോൾട്ടാണോ എന്ന് എനിക്ക് ഒരു പിടിയില്ല. ദൈവം ഉണ്ടാക്കിയപ്പം, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ മനസ്സിലായി, നമുക്കത് അങ്ങനെ വെച്ച് തന്നെയാണോ ഇല്ലയോ എന്നറിയാം. പെണ്ണുങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, ആണുങ്ങൾ ഇതിൽ ചിന്തിക്കുകയില്ല. ഓക്കെ, ഇനി ഒരു രസകരമായ, എന്നോട് ദേഷ്യം തോന്നില്ല, തമാശ രീതി എടുക്കാം. നമ്മൾ ചർച്ച വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, ആണുങ്ങൾ തീർക്കത്തോട് ഓടി വന്നിട്ട് എല്ലാം ടേൺ ഓഫ് ചെയ്ത്, സകലം കമ്പ്യൂട്ടറും സകലം ടേൺ ഓഫ് ചെയ്ത് ഞങ്ങളവിടെ സൂപ്പറായിട്ടിരുന്ന് മനസ്സിലായി സന്തോഷമാണ്, ഗാഠമായ നിദ്ര ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി. സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ വരുമ്പം സന്തോഷത്തോടെ വരും, മനസ്സിലായി. എന്നിട്ട് അവർ ആജ്ഞാഭിഷേകമൊക്കെ നിറഞ്ഞ് സ്തോത്രവും ഹല്ലേലൂയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ആരൊക്കെ എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ ചെയ്തു എന്നെല്ലാം തിരിച്ചു പോകുമ്പോൾ തലയെല്ലാം വീർത്ത് കെട്ടി പോവും. അത് കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറും, ടപ്പട്ടപ്പട്ടപ്പട്ടാന്ന് കഴിഞ്ഞ് അരമണിക്കൂറേ ഉള്ളെങ്കിൽ രക്ഷപ്പെട്ടു. 1 മണിക്കൂറൊക്കെ ഉള്ള കാര്യം പ്രശ്നമായി തീർന്നു, മനസ്സിലായി. അപ്പം ആരൊക്കെ സാരി കൊടുത്ത് എന്തൊക്കെ വന്ന് എങ്ങനെ ഭാഷണങ്ങളൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ദിവസം ഓർത്ത് ഞങ്ങളുടെ വീട്ടിൽ സ്ത്രീകളെ പറയാൻ അവസരമുണ്ട്, എനിക്കറിയാൻ പറയുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഞാൻ ആ റേഡിയോ ഞാൻ ഓഫ് ചെയ്യും. കയറുമ്പോഴേ ഞാൻ അത് ഓഫ് ചെയ്ത് വേറെ പരിപാടി ഇടും. ഓക്കെ, എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ മനസ്സിലായോ. അപ്പോൾ ഇങ്ങനത്തെ ഞങ്ങളോ അപ്പുറത്തെ ആണുങ്ങളുടെ സൈഡോ ഞങ്ങൾ വെറുതെ ഇരുന്നു. ചിലപ്പോൾ പണ്ടൊരു വർഷം ഒരു സ്ഥലത്ത് യോഗത്തിന് പോയപ്പോൾ കത്രിമേശ വന്നപ്പം സ്വോത്രാച്ചിയാന്ന് പറഞ്ഞ് കത്രിമേശ പത്രത്തിൽ സ്വോത്രാച്ചി ഇട്ട വ്യക്തികൾ വരെ ഉണ്ട്, പറയാം. അങ്ങനെ ഞങ്ങൾക്ക് സുഖമായിട്ട് ഞങ്ങൾക്കൊരു സ്ഥലത്ത് ഞങ്ങളെ ഇരുത്തിയ ഞങ്ങളത് ഫുൾ കംപ്ലീറ്റ് ടേൺ ഓഫ് ചെയ്ത് ഒന്നും ചിന്തിക്കാതെ. പക്ഷേ ഇത് സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടിൽ എവിടെ രീതിക്കുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം സ്ത്രീകളിൽ നിന്ന്, വാട്ട് യു തിങ്കിങ് അബൌട്ട്, റൈറ്റ്? നിങ്ങളെന്താ ചിന്തിക്കുന്നത് ഉള്ള ചോദ്യം ആദ്യം വരത്തില്ലേ? ഞാനിത് പല ആൾക്കാരെടുക്കലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ചോദ്യം, ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെയുള്ള ഒരു മനസ്സിലായ ഒരു ഇത് അവർക്കെന്താ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയാണ് പറഞ്ഞു, ലേഡീസിൻ്റെ ബ്രെയിൻ ഈ ഹൈപ്പോതലാമസിലെ ഒരു ബ്രെയിൻ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യും. ഇത് ഒത്തിരി ഫാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അതിനെന്താ പറയുന്നത് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. മനസ്സിലായി. ഡിപ്രഷൻ എന്ന് പറഞ്ഞ അസുഖം അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടാകും. പക്ഷേങ്കിൽ ആണിനെക്കാട്ട് കൂടുതൽ ഫാസ്റ്റായിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് പെണ്ണുങ്ങൾ കനാട്ട് തിങ്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായി. അങ്ങനത്തെ ഒരു ഇത്. പക്ഷേ ഞങ്ങളോ ഇവിടെ കണ്ടില്ല, മനുഷ്യ സുഖമായിട്ടിരിക്കുക. ഞാൻ കാണുന്നവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇത് ഞാൻ പലരോടും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, പലരും ഇത് എഗ്രി ചെയ്തിട്ടുമുണ്ട്. ചില ആൾക്കാർ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞതിന് ശേഷം അവരും ശ്രദ്ധിച്ച് കാണുമായിരിക്കും, മനസ്സിലായോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ഫുൾ ടേൺ ഓഫ് ചെയ്ത്. അപ്പം നമ്മൾ സമയത്തിനൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം ചിലപ്പം നമ്മുടെ ഭാഷമാർക്കും ഭാര്യമാർക്കും സ്വഭാവം തുടങ്ങും. ഒന്നിരുന്ന് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടി പറയുന്നതായിരിക്കും. പക്ഷെങ്കിൽ ഉണ്ടോ, ഞങ്ങളവിടെ സുഖമായിട്ടിരിക്കുക 2-2.5 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ സുഖമായിട്ട് എല്ലാ സകലതും ടേൺ ഓഫ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന സമയമായിരിക്കും. പക്ഷേ വണ്ടികളിലോട്ട് കയറുമ്പോൾ അത് പലരും പറയുന്നത് കേട്ടിട്ടുമുണ്ട്. എനിവേ, അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥിതി, ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇത് ദൈവം പറഞ്ഞു, ഈ പുള്ളിയെ ഇങ്ങനെ ഇരുത്തിയ ഒരു രക്ഷയില്ല, ഇതിൻ്റെ കൗണ്ടർ പാർട്ട് ഒരെണ്ണത്തിനെ സൃഷ്ടിക്കണം. അല്ലെങ്കിൽ ഈ പുള്ളി മടിയനായി ഇങ്ങനെ ഇരുന്ന് ഒരു പ്രയോജനമില്ലാതായി പോകും, മനസ്സിലായി. പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ അതങ്ങനെയല്ലേ, ഭാര്യമാരി ഇരിക്കുമ്പോൾ ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ, അങ്ങനെ പോകത്തില്ല. കണ്ട പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ സകല ഉഴപ്പന്മാരെ ശരിയായിക്കോളും. അങ്ങനെയല്ലേ പറയുന്നത് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലില്ലേ, തമാശട്ടൊക്കെ പറയുന്നത് കേട്ടോ, സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ല. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ ഇവിടെ
മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് നല്ലതല്ല. അവനൊരു കൗണ്ടർ പാർട്ട്. ഈ ഹീബ്രു വേർഡ് ഇനി സീരിയസ് ആയിട്ട് വരാം. ഓക്കെ, ഈ ഹീബ്രു വേർഡ് എസ്തേർ എന്ന് പറഞ്ഞ വേർഡ്, എസ്തേർ അല്ല എസേർ എന്ന് പറഞ്ഞ വേർഡ് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാക്ക് മീൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ ദൈവമായ യഹോവ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തെടുത്ത് എൻ്റെ സ്ട്രെങ്ത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ദേശം കൈവശമാക്കുവാൻ തരും. ദൈവത്തിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് ആ സെയിം വേർഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പോസിറ്റ് ഞങ്ങൾക്കായിട്ട് ഓപ്പോസിറ്റ് ചെയ്ത സ്ത്രീകൾ. ഞാൻ ഇതൊക്കെ വായിച്ചിങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പം അല്ലെ പിന്നെ പറയാം. ഇതിൻ്റെ അകത്ത് ഒത്തിരി തമാശ ഉണ്ട്, സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ലേ. അപ്പം അങ്ങനെ ആ വേർഡ് ഓപ്പോസിറ്റ് ആൾക്ക് കൊടുത്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല പ്രാവശ്യം അതൊരു സബോർഡിനേറ്റ്, മനസ്സിലായി, ഒരടിമ അല്ലെങ്കിൽ നെക്സ്റ്റ് ആൾ, മനസ്സിലായി, ഒന്ന് താഴ്ത്തി. പക്ഷെ അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളുടെ ദൈവത്തിൻ്റെ ഇമേജും ലൈക്നെസ്സിലോ ആരെ ക്രിയേറ്റ് ചെയ്ത്? മനുഷ്യനെ. മനസ്സിലായി. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് വായിച്ച സ്ഥലം എന്ന് വെച്ചു ഇമേജ്, ആ മനുഷ്യൻ്റെ സെയിം ഇമേജിലാണ്. അപ്പം ദൈവത്തിൻ്റെ ഇമേജ് ആ മനുഷ്യനെ ഉണ്ടാക്കി, ആ മനുഷ്യൻ്റെ ഇമേജ്. അപ്പം മനസ്സിലായി, ദാറ്റ്സ് നോ ഡിഫറെൻറ്റ്, മനുഷ്യൻ്റെ ഇമേജും ലൈക്നെസ്സും. അപ്പോൾ ആ ഒരു കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കാരണം ക്രിസ്തു തല, പിന്നെ നമ്മൾ ആണുങ്ങളുടെ തലയാണ് പെണ്ണുങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായി, ആ ഒരു ഇത് ഹയറാർക്കിയല്ല, മനസ്സിലായി. പക്ഷെങ്കിൽ ഈ ഒരു കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. മനുഷ്യൻ്റെ ഇമേജും ലൈക്നെസ്സിലും ആണ് പകുതി എടുത്ത് ഉണ്ടാക്കിയെന്നാണ് ഇവിടെ വായിക്കുന്നത്. മനസ്സിലായി, അല്ലാതെ ഒരു വാരിയലല്ല എടുത്തേക്കുന്നത്. അതുകൊണ്ട് അടിമയല്ല. പക്ഷെ ഈ ഒരു അടിമത്ത മനോഭാവമായിരുന്നു പരീക്ഷന്മാർക്കും ശാസ്ത്രജ്ഞർക്കും. അപ്പോൾ യേശുക്രിസ്തു വന്നപ്പം അത് മുഴുവൻ തിരുത്താൻ ശ്രമിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നു പ്രശ്നം. യേശുപ്പിച്ചൻ എല്ലാ സ്ത്രീകളെയും ദേ ആർ നോട്ട് സബോർഡിനേറ്റ്, അവരല്ല, ദേ ആർ ദ സ്ട്രെങ്ത് ഫോഴ്സ് എന്നുള്ള രീതിയിലാണ് മനസ്സിലായി ട്രീറ്റ് ചെയ്തതും കൊണ്ടുവന്നതും. സ്ത്രീകളെയെല്ലാം മനസ്സിലായി ഇത് കൊണ്ടുവന്നതും ഒരിക്കലും ഒരു സബോർഡിനേറ്റ് അല്ല, മനസ്സിലായി, നമ്മുടെ സെയിം ഇമേജ് ഇത് മനസ്സിലായി. ആ എസ് എന്ന് പറഞ്ഞാൽ വേണം പെണ്ണിൻ്റെ സ്ത്രീയുടെ ശക്തിയാൽ വേണം ഈ എന്താ പറയുന്നത്, ഈ ലോൺലി ആയിട്ടിരിക്കുന്ന മനുഷ്യൻ ഒരു ഡ്രൈവിങ് ഫോഴ്സ്. മനസ്സിലായി, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഏറ്റെന്ന് പറഞ്ഞൊരു വേർഡ് കണ്ടില്ലേ, ആ വേർഡ് മറ്റേ വേർഡിനെ എംഫസൈസ് ചെയ്യുന്നതെന്ന് പറയുന്നതില്ലേ, അതേപോലുള്ള ഒരു സ്ട്രെങ്ത്താണ് നമുക്ക് സ്ത്രീയായിട്ട് പറയുന്നത്. ഒരിക്കലും ഒരു വീക്ക് പാർട്ടല്ല, മനസ്സിലായി. ഈക്വൽ, രണ്ടുപേരും ഈക്വല. അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് ഡ്രൈവിങ് ഫോഴ്സ്. ഇപ്പം പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പം പറയാറുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുതിരയുടെ ശക്തിയാണ് പറയാം. ഇപ്പം എനിക്കിപ്പോൾ വലിയ ഭാരമുള്ള കാര്യങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞാൻ തളരും, മനസ്സിലായി. പക്ഷെങ്കിൽ വൈഫിന് മണിക്കൂറോളം ചെയ്യാനുള്ള ശക്തി. ഇപ്പം ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പാർക്കിൽ പോയി ഞാൻ അന്നേരം തളർന്ന് എവിടെയെങ്കിലും കയറിക്കിടും. വൈഫ് വന്നിട്ട് പിള്ളേരെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി എല്ലാം ഞാൻ എങ്ങനെ ഇത്ര ശക്തി കിട്ടും ഞാൻ ചിലപ്പോൾ ഓർക്കും. ഹൗ കം ദേ ഹാവ് ദ എൻഡ്യൂറൻസ്, വി ഹാവ് ദ പവർ. രണ്ടും കൂടെ ചേരുമ്പോൾ പെർഫെക്റ്റ് ഫാമിലി. ഓക്കെ, അപ്പം അവരൊരു നമ്മുടെ സബോർഡിനേറ്റ് അല്ല ഒരിക്കലും. ഇതാണ് യഹൂദ രീതിയിലുള്ള ആൾക്കാരുടെ ചിന്താഗതി. പക്ഷെങ്കിൽ അങ്ങനെ അതാണ് ജീസസ് ക്രൈസ്റ്റ് ആ പരീക്ഷന്മാരുടെ ആയുധം. എന്നാൽ അത് എത്ര നാളായി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിന് മുമ്പ് വരെ അങ്ങനെ അല്ലായിരുന്നു ഇത്. കാരണം അബ്രാമിൻ്റെയൊക്കെ സമയത്തും ആ സമയത്തൊക്കെ സ്ത്രീകൾ വാസ് എ ഡ്രൈവിങ് ഫോഴ്സ്. ഇപ്പം ഈ സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടുമെന്നുള്ള പ്രോവേഴ്സ് പറയത്തില്ലേ, ആ സാമർഥ്യമുള്ള ഭാര്യ എന്നുള്ള വാക്കിടെ എഷേറ്റ് ഹയാൽ എന്നുള്ള വേർഡാണ് യൂസ്. അല്ലെങ്കിൽ നിങ്ങൾ പോയി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കൂ, ഹീബ്രുവിലെ മിലിറ്ററി, മനസ്സിലായി,
സോൾജിയേഴ്സ് എന്നുള്ള വേർഡ് എന്താ നോക്കിയോ, ഹയാൽ എന്നുള്ള വേർഡാണ് കിടക്കുന്നത്. എഷേറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ, സാമർത്ഥ്യമുള്ള ഭാര്യ എന്നുള്ളതിൻ്റെ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ സാമർത്ഥ്യമുള്ള ഭാര്യ, അതിൻ്റെ ഹീബ്രു വേർഡ് എഷേറ്റ് ഹയാൽ എന്നാണ്. ഈശ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് അല്ല, സ്ത്രീ, വുമൺ. അപ്പോൾ അതിൻ്റെ എന്തോ സിംഗിൾ പേഴ്സൺ തേർഡ് പേഴ്സൺ വരുമ്പോൾ അങ്ങനെ പറയുന്നതാണ് എഷേറ്റ്, മനസ്സിലായി? എഷേറ്റ് ഹയാൽ സാമർത്ഥ്യമുണ്ട്. അപ്പോൾ ഷീ ഈസ് ലൈക്ക് എ സോൾജിയർ. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സോൾജിയർ പോലാണ്, മനസ്സിലായോ? അപ്പോൾ ഈ സാമർത്ഥ്യമുള്ള ഭാര്യയെ പറ്റി പറയുന്നത് പറഞ്ഞാൽ വീട്ടിലെ കാര്യം മുഴുവൻ നോക്കണം, പേരൻസിനെ നോക്കണം, പശുക്കളെയും അതിനെല്ലാം ചെയ്യണം, പിള്ളേരെ നോക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, ഇതെല്ലാം ചെയ്യണം. ഭർത്താക്കന്മാർ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ആടിനെ കൊണ്ട് പല സ്ഥലത്ത് തീറ്റിക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ പോകും. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ അവർ പുരോഹിതന്മാരായിട്ടങ്ങ് പോകും, മനസ്സിലായി? അപ്പോൾ സ്ത്രീകളാണ് വീട്ടിലെ സകലം. അവരെ അതിന് പറഞ്ഞിരിക്കുന്ന വേർഡ് ദേ ആർ സോൾജിയേഴ്സ് എന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരിക്കലും ഒരു കൗണ്ടർ ഫീറ്റിൽ അടിമയല്ല, മനസ്സിലായി? പക്ഷെ പലപ്പോഴും നമ്മുടെ സൊസൈറ്റി ഒരു സെക്കൻഡ് സിറ്റിസൺ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ സങ്കടം വരും. ഇപ്പോൾ കല്യാണ മാർക്കറ്റിലൊക്കെ വരുമ്പം സ്ത്രീധനം ഐ ഹെയ്റ്റ് ഇറ്റ്. ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്, അത് വേറെ ഒരു കഥയാണ്. എനിവേ അതേപോലെയുള്ള ഇത് പലപ്പോഴും നമ്മുടെ സൊസൈറ്റി സ്ത്രീകളെ ഒരു സെക്കൻഡ് പ്രിവിലേജ്ഡ് പേഴ്സൺ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യല്. ദേ ആർ ദ ഡ്രൈവിംഗ് ഫോഴ്സ്. പക്ഷേങ്കിൽ പൗലോസപ്പസം പറയാൻ കൂടുതൽ അവസരം കൊടുത്താൽ പ്രശ്നമാകും, മനസ്സിലാവും? അതുകൊണ്ട് എല്ലാം എല്ലാം ചന്തവും ഉചിതവും പോലെ ചെയ്യാം. ഓക്കെ, അപ്പം അതുകൊണ്ട് മനുഷ്യൻ തന്നെ ഇരിക്കുന്നത് നന്നല്ല. ഇപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് അടുത്ത കുറേ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വരുന്നത് ദൈവം മൃഗങ്ങളെ എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട് ആറടുക്ക് കൊണ്ടുപോകും, ആദാമിൻ്റെ അടുക്ക് കൊണ്ടുപോകും. എന്തിനാ ആദാമിൻ്റെ അടുക്ക് കൊണ്ടുവന്നേ? പേരിടാൻ വേണ്ടി. അത് കഴിഞ്ഞ് അടുത്ത 20ാമത്തെ വാക്യം, ഹ്യൂമൻ ആദാം ഗേവ് നെയിംസ് ടു ഓൾ ദ കാരൽ ബേർഡ്സ് ഓഫ് ദ സ്കൈസ് ആൻഡ് വൈൽഡ് ബീസ്റ്റ് ബട്ട് നോ ഫീറിംഗ് കൗണ്ടർ പാർട്ട് ഫോർ എ ഹ്യൂമൻ ബീങ് വാസ് ഫൗണ്ട്. ഒരു കണ്ടില്ല. ഇന്ന് ദൈവം കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിടുമ്പം എന്താ കുരങ്ങച്ചൻ കുരങ്ങച്ചി, മനസ്സിലായി? പെണ്ണാട് ആണാട്, പോത്തെ എരുമ, കാള പശു, ആണാട് പെണ്ണാട്. അപ്പം അങ്ങനെ ഓരോ പേര് ഇടുമ്പോൾ ഈ പേരുകൾ ആദാം ഇട്ടാന്നോ എനിക്കറിയത്തില്ല. എനിവേ ഇങ്ങനെ പേരിടുമ്പോൾ മനസ്സിലായി, ആദാമിൻ്റെ ദൈവം നോക്കുന്നത് ആദാമിന് ഒരു ആഗ്രഹം വരും, എൻ്റെ വേഴ്സ് മൈ കൗണ്ടർ പാർട്ട്, അല്ലെങ്കിൽ ഒരു സഹായത്തിനൊരു ഒരാളിനെ വേണ്ടായോ എന്നുള്ള ഒരു ആഗ്രഹം പുള്ളിക്ക് വരുമോ, അതോ പുള്ളി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും കണ്ടുപിടിക്കുമോ? ആദാമിനെ ആ ഒരു രീതിയിലാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, മനസ്സിലായി? ദൈവം ആദാമിന് ഇതെല്ലാം പേരിടിയിച്ചുകൊണ്ട്, മനസ്സിലായി, ഇങ്ങനൊരു ഇത് വരുമെന്ന് നോക്കാൻ വേണ്ടി ഒരു ആഗ്രഹം വരുമല്ലോ. പക്ഷെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായം. ആദാമിന് അന്നേരമൊന്നും ഞങ്ങൾ ആമ്പിള്ളേർ എത്ര സുഖിച്ച് ജീവിക്കുമായിരുന്നു, മനസ്സിലായി? ഇത് തമാശാണ്. എത്ര സുഖിച്ചേക്കും, എന്തിനാ വെറുതെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഉള്ള സ്വസ്ഥതയോടെ കളഞ്ഞ്. എനിവേ അത് തമാശയായിട്ട് പറഞ്ഞാൽ. അപ്പം ഈ രീതിയിലാണ് അവിടുത്തെ ഈ ലേഖകൻ എഴുതിയേക്കുന്നത്, മനസ്സിലായി? മനുഷ്യനെ മുമ്പിലെല്ലാം കൊണ്ടുവന്നു. പക്ഷെ ഒരിക്കൽ പോലും ഒരു റൈറ്റ് ഫിറ്റായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടില്ല, ആഗ്രഹം വന്നില്ല, എന്നാൽ കണ്ടെത്തിയില്ല, മനസ്സിലായി? ഒരു സഹായം വേണമെന്നും എല്ലാ മൃഗങ്ങൾക്കും ആണും പെണ്ണും ഉണ്ട്. വേഴ്സ് മൈൻ? ദൈവത്തോട് ദൈവമേ ഇതെല്ലാം ഉണ്ട്, എനിക്കെന്തുകൊണ്ട് ഇല്ല എന്നുള്ള ചോദ്യം, മനസ്സിലായി? ആകത്തൊന്നും വന്നില്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല പട്ടിയെന്ന് വിളിച്ചത്, പേര് വിളിക്കാനാ പറഞ്ഞ്, മനസ്സിലായി? എന്തുകൊണ്ട്? നമ്മളാണ് പേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സംരക്ഷണം അതിന് കൊടുക്കാൻ ഏറ്റെടുക്കുക. നമ്മുടെ മക്കളുടെ പേര് നമ്മളല്ലേ ഇടുന്നത്, മനസ്സിലായി? ദൈവം
ഇപ്പം ഇവിടെ ആദമാണ് എല്ലാവർക്കും പേര് കൊടുക്കുന്നത്. പേരിടുന്നതെന്ന് പറഞ്ഞാൽ പേര് ചൊല്ലി വിളിച്ചു, മനസ്സിലായി എന്ന് പറയും. പേരിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് ഏറ്റെടുക്കുക. ഇപ്പം നമ്മളുടെ മോൻ്റെ പേര്, ഇപ്പം എൻ്റെ മക്കൾക്ക് ഞാൻ പേരിട്ടു. പേരിടുന്നത് എന്തിനാണ്? അവർക്കൊരു ഐഡൻറ്റിറ്റി, മനസ്സിലായി. ഇന്നു മുതൽ യു ബിലോങ് ടു മീ, മനസ്സിലായി. ഞാൻ സാധാരണ ജനറലായിട്ട് അറിയാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ നിന്നെ നിർമ്മിച്ചു, അല്ലെങ്കിൽ എന്നിൽ നിന്ന് നീ വന്നു, അതുകൊണ്ട് നിനക്ക് ഞാൻ പേരിട്ട് ഐ വിൽ ഗിവ് യു ഫുൾ പ്രൊട്ടക്ഷൻ, മനസ്സിലായി. ഇങ്ങനെ കൊടുക്കേണ്ട വ്യക്തികളായിരുന്ന നമ്മൾ ഇന്ന് അതിനെ തല്ലിക്കൊന്ന് കഴിക്കുക. ശരിയാണോ? ഞാനും കഴിക്കാറുണ്ട്. ഓരോ ചിക്കനും ഓരോ ഇത് കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോഴൊക്കെ ഓർമ്മ, ചിലപ്പോഴൊക്കെ ഞാൻ വീട്ടിലിത് പറയും, ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്. ദൈവമേ, ഞാൻ സംരക്ഷണം കൊടുക്കേണ്ട ഇത് ജീവജാലങ്ങളാണ്, പക്ഷേ ഇതിനെ തന്നെ ഇന്ന് ഞാൻ പ്രോട്ടീനായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആദാമിൻ്റെ അടുക്ക കൊണ്ടുവന്ന് ആദാം ഇട്ട് വന്നു കഴിഞ്ഞാൽ ഹീ ഈസ് എ ഗാർഡിയൻ, ഈ ഷുഡ് ഗാഡ് ഓൾ ദാറ്റ്, മനസ്സിലായി. ഒരു വേലി കെട്ടി, കഴിഞ്ഞ ദിവസം പറഞ്ഞ തോറ, ഒരു വേലി കെട്ടി ഫെൻസ് ഇട്ട് നമ്മൾ പേരിട്ട് ഫ്രം നൗ ഓൺ ഐ ഷുഡ് ബി ദ കെയർ ടേക്കർ, ഞാനാണ് കെയർ ടേക്ക് ചെയ്യേണ്ടത്, മനസ്സിലായി. പേരിന് വലിയ വിലയുണ്ട്, നിങ്ങൾക്കറിയാം പേരിൻ്റെ വില. പക്ഷേ കൂടിപ്പോയാലും പ്രശ്നമാണ്, മനസ്സിലായി. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഓരോ ഇത് വരുമ്പോൾ അതും പ്രശ്നമാണ്. ഓക്കെ, എന്തെങ്കിലും ഇവിടെ പേര് കൊടുക്കേണ്ട വ്യക്തി ആദമാണ്. എന്തിനാ പേര് കൊടുത്തത്? ഞാനാണ് ഇനി തൊട്ട് കെയർ ടേക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അതിൻ്റെ പേരെന്തോന്ന് പേര് പറഞ്ഞ് നമ്മൾ പാർശ്വങ്ങൾ നമ്മുടെ കയ്യിലോട്ട് തരുമോ? അന്ന് മുതൽ എന്തോ പറയുന്നത്, ഇതിനെ സംരക്ഷിച്ചോളാം എന്നുള്ള ചുമതല നമ്മൾ ഏറ്റെടുക്കുക. പലപ്പോഴും നമ്മൾ സംരക്ഷിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ അവിടെ കിടപ്പുണ്ട്. എനിവേ, അതാണ് ദൈവം, ഈ എഴുത്തുകാരൻ അവിടെ ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശവും ഇതാണ്. ഒന്ന്, പേരിട്ട് ഞാൻ സംരക്ഷിക്കുക, പക്ഷേ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ വേർ ഇസ് മൈ കൗണ്ടർ പാർട്ട് എന്നുള്ള ചോദ്യം മനസ്സിലായി, ചോദിക്കേണ്ടതായിരുന്നു. പക്ഷേ ചോദിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അടുത്ത നെക്സ്റ്റ് പാർട്ടിൽ കാണുന്ന ദൈവം സഡൻലി ഒരു ഡീപ്പ് സ്ലീപ്പ് കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷേ സ്ലീപ്പല്ല, ഈ വേർഡ് യൂസ് ചെയ്യുന്നത് അബ്രഹാം യാഗം കഴിച്ചപ്പം അതിനെ പിളർന്നു വെച്ചപ്പം ഒരു ഡീപ്പ് സ്ലീപ്പ് വന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അന്നേരം അത് കഴിഞ്ഞ് എണ്ണീറ്റപ്പോഴാണ് ആറാഞ്ചൽ പക്ഷി വന്ന് അവത്തെ വന്നിരുന്നെന്നൊക്കെ പറയും, മനസ്സിലായി. അപ്പോൾ ആ ഡീപ്പ് സ്ലീപ്പും അതേപോലത്തെ വേറൊരു ഭാഗത്തുമുണ്ട്. എനിക്കൊന്നു യാക്കോബ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പം ആ ഒരു ഇതിനും അതൊന്നും ഇതിന് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് വിഷൻ, ഇനിയും വരാൻ പോകുന്നത് എന്തുവാണെന്ന് കാണിച്ചു കൊടുക്കും. അബ്രാമിനും സെയിം തിങ് ആയിരുന്നു, ഇനിയും വരാൻ പോകുന്നത് എന്തുവാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഇതായിരുന്നു. ഇവിടെയും സെയിം തിങ്, ആദമിന് ഡീപ്പ് സ്ലീപ്പ് കൊടുത്തു. ഞാൻ ഇനി അബൌട്ട് ടു ഡു, എന്താ ചെയ്യാൻ പോകുന്നത് നിന്നെ ഞാൻ കാണിച്ചു തരും, മനസ്സിലായി. ഡീപ്പ് സ്ലീപ്പ്. ഈ ഡീപ്പ് സ്ലീപ്പിന് മരണമെന്നും പറയും. ചില ഒത്തിരി 2-3 മീനിങ്ങിൽ ഒരെണ്ണത്തിന് മരണം, ഡീപ്പ് സ്ലീപ്പ് ഉറക്കത്തിന് പറയും. പക്ഷേ വിഷൻ, ഡീപ്പ് സ്ലീപ്പ്, മനസ്സിലായി. അങ്ങനെ കൊടുത്തിട്ട് ആ നേരെ ഹാഫ് എടുത്തിട്ട് സ്ത്രീ ഉണ്ടാക്കി. റിബല്ല, അത് എനിക്കറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ വന്നെന്നും. ഇത് പഠിച്ചായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. റിബല്ല, നേരെ പകുതി എടുത്തിട്ട് ആ പകുതിക്ക് പിന്നെ ദൈവം ചെയ്തു. എന്നിട്ട് നമ്മുടെ പകുതി എടുത്തിട്ട് ബാക്കി ഭാഗം കൊണ്ട് സ്ത്രീയെ ഉണ്ടാക്കി, മനസ്സിലായി. അങ്ങനെയാണ് പറയുന്നത്. ഒരിക്കലും റിബല്ല, റിബ് ഒരു റൈറ്റ് ട്രാൻസ്ലേഷൻ അല്ല, മനസ്സിലായി. ഗാഠനിദ്ര ആ കൊടുത്തതെന്ന് കഴിഞ്ഞാൽ ആദാമിന് ഒരു സ്ലീപ്പ് കൊടുത്തു, ആ സെയിം തന്നെ സർജറി ചെയ്ത്, മനസ്സിലായി. ഒരു വിഷൻ അറ്റ് ദ സെയിം വിഷൻ കൊടുക്കുമ്പോൾ തന്നെ ആ സർജറി ചെയ്ത് ഒരു ഹാഫ് വെച്ചു, മറ്റേ ഹാഫ് എടുത്ത് സ്ത്രീയെയും ഉണ്ടാക്കി, മനസ്സിലായി.
അതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അത് 22-ാമത്തെ വാക്യം വരും. ആൻഡ് ഗാഡ് അഡോണായി ഗാഡ് ഫാഷൻഡ് ദ സൈഡ് ദാറ്റ് ഹാസ് ടേക്കൻ. ഫാഷൻ നമ്മൾ മുമ്പ് റക്കിയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഫാഷൻ ചെയ്ത്. ബാറ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത്. ആസ എന്ന് പറയുന്നത് മനസ്സിലായി. ആസ എന്ന് പറഞ്ഞാൽ ഫാഷൻ ചെയ്തു. മനസ്സിലായി. ഫാഷൻ ചെയ്ത് മനുഷ്യൻ്റെ സ്ത്രീയും പുരുഷനുമായിട്ട് ഫാഷൻ ചെയ്തു. അപ്പോൾ സ്ത്രീ നമ്മളിൽ നിന്ന്, ആണുങ്ങളിൽ നിന്ന് എടുത്ത് ഒരിക്കലും പല കാര്യങ്ങളും എനിക്ക് പറയണമെന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അതുകൊണ്ട് ഫാഷൻ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് അടുത്ത ഒരു സങ്കടകരമായ കാര്യമാണ്. ഈ നമ്മൾ ആണുങ്ങൾ കുറച്ച് തമാശയാണ്. കുറച്ച് പെണ്ണുങ്ങൾ എന്തെങ്കിലും കഴിയുമ്പോൾ നമ്മൾ വികാരമായ കുറേ പ്രോമിസസ് അങ്ങ് ചെയ്യും എന്ന് പറയുന്ന പോലെ ഇവിടെ ലേൺ ദ ഹ്യൂമൻ സൈഡ്. അല്ല ഷീസ് ഫ്രം മീ, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും അസ്ഥിയിൽ നിന്ന് അസ്ഥിയും ആയതുകൊണ്ട് നരനിൽ നിന്ന് എടുത്തുകൊണ്ട് നരി. ഇപ്പോൾ ഇവിടെ ഈ ഹീബ്രുവിൽ വായിക്കുമ്പോൾ ഈഷ, ഈഷ്, മനസ്സിലായി. ഈഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്, ഈഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺ, മെയിൽ ഫീമെയിൽ, മനസ്സിലായി. പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അധമ, മനസ്സിലായി. മാൻ മനുഷ്യൻ എന്ന് പറയുന്നത് അധമ എന്നാണ്. അപ്പം ചിലപ്പം നമ്മളൊക്കെ വീട്ടിലൊക്കെ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പം കേൾക്കാറില്ല, എടോ മനുഷ്യ, നിങ്ങൾ എന്നൊക്കെ വിളിക്കരുത്. എൻ്റെ പൊന്ന് ദൈവമക്കളെ അങ്ങനെയൊന്നും വിളിക്കരുത്. അതൊക്കെ ഏറ്റവും റോങ്ങാണ്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മമ്മിയാട്ടെ, എൻ്റെ ചേച്ചിയാട്ടെ, ഞങ്ങളുടെ വീട്ടിൽ എനിക്കറിയില്ല, എൻ്റെ ബോത്ത് ഫാമിലിയിലും അങ്ങനത്തെ ഒരു വിളി ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേങ്കിൽ ഇതിന് ശേഷം നമ്മൾ വൺസ് വെളിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പതുക്കെ ഈ വിളിയൊക്കെ. അപ്പോൾ എനിക്കെപ്പോഴും അതൊക്കെ വേർഡ് കേൾക്കുമ്പോൾ സങ്കടമാണ്. കാരണം ഇതിന് ഈ വാക്യത്തിൻ്റെ കോൺട്രഡിക്ഷൻ അവിടെ വരുന്നത്, മനസ്സിലായി. നമ്മൾ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ മനുഷ്യ, മനുഷ്യ, ഈ മനുഷ്യൻ കാരണം ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ വന്നെന്നൊക്കെ പറയാം. എനിവേ, ആണ് പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ആദം പറയുവാണ്, എന്നിൽ നിന്ന് എടുത്തുകൊണ്ട് എൻ്റെ ഫ്ലഷ് എൻ്റേത്. അത് കഴിഞ്ഞ് അടുത്ത പറയുമ്പം ഞാൻ അപ്പനെയും അമ്മയും വിട്ട് വേറെ വിടും. ഇത് എത്ര സത്യകരമായ. നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്തിട്ടുണ്ടോ? കൂടുതലും നമ്മുടെ പിള്ളേർ അമ്മമാരുടെ വീട്ടിലെ ആയിട്ടായിരിക്കും കൂടുതൽ അടുപ്പം. ഓക്കെ, കൂടുതൽ അടുപ്പം അല്ലേ? ശരിയല്ലേ? മിക്കവാറും എല്ലാ ഭവനങ്ങളിലും നോക്കിക്കോ, അമ്മമാരുടെ വീട്ടിലെ അവരുമായിട്ട്, അപ്പന്മാരുടെ വീട്ടിൽ അവരുമായിട്ട് അധികം വലിയ അടുപ്പമൊക്കെ ഉണ്ടെങ്കിലും സ്നേഹവും ഇതൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും പറയുവാണ് എൻ്റെ മമ്മിയുടെ വീട്ടിൽ, എൻ്റെ മമ്മിയുടെ വീട്ടിൽ, എൻ്റെ മമ്മിയുടെ വീട്ടിൽ. മനസ്സിലായി? ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ വരുന്നത്, മനസ്സിലായി? ഇതൊക്കെ ഒരു തമാശയായിട്ടൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം കേട്ടോ. അപ്പം വീട്ട് പിരിഞ്ഞ് എൻ്റെ, മനസ്സിലായി, അപ്പനെ അമ്മയും വിട്ട് പിരിഞ്ഞ് ഇതാണ്. ഇതിൻ്റെ പുറയിൽ വേറെ ഒരു മീനിങ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു, മനസ്സിലായി. ഒരു അതിനെന്താ പറയുന്നത്, ഒരു അടുക്കും ചിട്ടയില്ലാത്ത മനുഷ്യനായിരുന്നു. സ്ത്രീ വന്നു എനിക്ക് ഡ്രൈവിംഗ് ഫോഴ്സ് വന്നു. ഇത്രയും നാളും ഐ വാസ് ലോൺലി, മൈ പേരൻസ് വാസ് ടേക്കിംഗ് കെയർ ഓഫ് മീ. എൻ്റെ അപ്പനും അമ്മയായിരുന്നു എന്നെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. നൗ ഐ ഗോട്ട് എ വൈഫ്, നൗ ഐ ബിക്കം എ ഫുൾ കംപ്ലീറ്റ് മാനായി. നൗ ഐ നീഡ് ടു എക്സ്പ്ലോർ മൈ ഓൺ. ഇവിടെ വരുമ്പോൾ എനിക്ക് ഒത്തിരി അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അവർക്ക് വേണ്ടി സമയം അതൊന്നും കളയരുത്. പക്ഷേ സർട്ടൻ ഏജ് കഴിയുമ്പോൾ പിള്ളേരെ മനസ്സിലാക്കുക. പിള്ളേരെ ഒരു കൂട്ടിനകത്തിട്ട് വളർത്തരുത്. ഗീവ് ദം ലിറ്റിൽ ബിറ്റ് ഓഫ് ഫ്രീഡം, ഗീവ് ദം ഫ്രീഡം, ലെറ്റ് ദം എക്സ്പ്ലോർ. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിയുമ്പം പല വീടുകളിലും പലരും ഇപ്പം എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരിയും കാര്യം ഞാൻ അന്ന് വരെ ഞാനൊരു മമ്പ് പോയായിരുന്നു, മനസ്സിലായി. കാരണം എനിക്ക് കുശുതി ഉള്ളതുകൊണ്ട് ആരും മമ്മിയെന്നല്ല, ആരും, എൻ്റെ ചേട്ടനായാലും ആരായാലും ഒരു കാര്യം തന്നെ ചെയ്യാൻ സമ്മതിക്കത്തില്ല, മനസ്സിലായി. എല്ലാം അവരുടെ
സൂപ്പർവിഷൻ. ഇപ്പം ചർച്ചിലായാലും എവിടെ ആയാലും മനസ്സിലായി, സൂപ്പർവിഷനോടുകൂടി ഒരാളുടെ സൂപ്പർവിഷനോടെ എന്നെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ നാശം കാണിക്കുമെന്നറിയാം. മനസ്സിലായി, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സേർട്ടൻ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പം കാരണം ഡ്രൈവ് ചെയ്ത് ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തേക്ക് പോവുക അങ്ങനെയൊക്കെ. പക്ഷെ മമ്മിക്ക് ഭയങ്കര പേടിയാണ്. മമ്മി ഇങ്ങനെയൊന്നും വിടത്തില്ലായിരുന്നു. പക്ഷേ പിന്നെ വൺസ് ഇതായി എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അന്ന് ചില വീടുകളിൽ ഇപ്പോഴും കല്യാണം കഴിച്ച് കഴിഞ്ഞ് വരുമ്പം പേരൻസ് വഴക്ക് പറയും. നോ അതൊക്കെ കളയണം. ഗീവ് ദം ഫ്രീഡം ടു എക്സ്പ്ലോർ ദെയർ ലൈഫ്. മനസ്സിലായി, നമ്മളുടെ മക്കളാണ്, ശരിയാണ്, അതെല്ലാം ശരിയാണ്. പക്ഷെങ്കിൽ അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കണം. ലെറ്റ് ദം എക്സ്പ്ലോർ. നൗ ദേ ആർ കംപ്ലീറ്റ്. ഇത്രയും നാളും ഒരു പകുതിയായിരുന്നു, ഇപ്പം വുമനോട് ചേർന്ന് നൗ ദേ ആർ കംപ്ലീറ്റ്. നൗ ദേ നീഡ് ടു എക്സ്പ്ലോർ. അതല്ലേ ഇവിടെ അമേരിക്ക 18 വയസ്സാകുമ്പോൾ അടിച്ച് വെളിയിൽ കളയും. പോയി നീ തന്നെ നിൻ്റെ ഓൺ ജീവിതം ഉണ്ടാക്കിക്കോണം. റൈറ്റ്? അങ്ങനത്തെ ഇതല്ലേ. മനസ്സിലായി, ഞാൻ നിങ്ങളുടെ എഡ്യൂക്കേഷനൊക്കെ പേ ചെയ്യാം, ബട്ട് യു നീഡ് ടു ഫൈൻഡ് യുവർ ഓൺ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ അവിടെ സമൂഹത്തിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാലും വിടത്തില്ല. മനസ്സിലായി, അങ്ങനത്തേതാ. അതല്ല, വിടണം. അല്ലെങ്കിൽ പിൽക്കാലത്ത് പ്രശ്നങ്ങളുണ്ടാകും. ഇങ്ങനെ വിടാത്ത വീടുകളിലാണ് പിൽക്കാലത്ത് പ്രശ്നമുണ്ടായി ഇതുപോലെ. ലെറ്റ് ദം എൻജോയ് ദെയർ ലൈഫ്. മനസ്സിലായി, അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടണം. അവരെൻജോയ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ എൻജോയ് ചെയ്ത്, മനസ്സിലായി, അവർ രണ്ടുപേരും ഒന്നാണ്. അതേപോലെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പല വീടുകളിലും ഈ ഡിവോഴ്സിൻ്റെ വക്കത്തൊക്കെ എത്താൻ കാര്യം, അല്ലെങ്കിൽ സൗന്ദര്യ പ്രശ്നം ഉണ്ടാക്കാൻ കാര്യം ഒന്നെങ്കിൽ മാതാവിൻ്റെ പേരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ മാതാപിതാക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. അവരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം കൊണ്ട് തലയിടും ഭാര്യയും. അവർ ഇഫ് ദേ ഹാവ് പ്രോബ്ലം, ലെറ്റ് ദം ഫൈറ്റ് ഇറ്റ് ഔട്ട്. മനസ്സിലായി, ലെറ്റ് ദം ഫൈറ്റ് ഇറ്റ് ഔട്ട്. ലെറ്റ് ദം കം ടു ആൻ കൺക്ലൂഷൻ. അവർ കണ്ടുപിടിക്കട്ടെ, അവരുടെ ലൈഫല്ലേ, അവരെ അത് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഒത്തിരി തലകൾ കൊണ്ടിടാതെ അത് നാശമാക്കാതെ. ഓക്കെ, അവരുടെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞോളും. ഡോണ്ട് വറി അബൌട്ട് മാറി എന്ന് പ്രാർത്ഥിക്കുക. മനസ്സിലായി, ഇപ്പം അത് കുടുംബജീവിതത്തിലായാലും നമ്മുടെ സമൂഹത്തിലെ പ്രശ്നമായാലും ചർച്ചിലെ ആയാലും അങ്ങനെ ആയാലും ഒത്തിരി തലകളിട്ടാൽ അത് പ്രശ്നമാക്കി നാശമാകത്തുള്ളൂ. ഗിവ് ദം ടൈം, ലെറ്റ് ദം. അവർ പോയി ചിന്തിച്ച് അവരുടെ തെറ്റെവിടെ നിന്ന് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവർ കൺക്ലൂഷനിലെത്തട്ടെ. മനസ്സിലായോ? അതേപോലൊക്കെ ആണ് ഇവിടുത്തെ കാര്യങ്ങളും പല ഇതിലും ഉള്ള കാര്യങ്ങളാണ്. പേരൻസ് സമ്മതിക്കില്ല. ശരിയാ, യെസ്, അത് നിങ്ങളുടെ അത്രയും പോലും നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ എല്ലാം. അത് ഒത്തിരി ഓവർ പൊസസീവ്നെസ് വരുന്നത് കൊണ്ടാണ്. ബട്ട് ഗീവ് ദം ദെയർ ഫ്രീഡം, ലെറ്റ് ദം എക്സ്പ്ലോർ. ഓക്കെ, അങ്ങനെ ചെയ്യാതെ വരുമ്പം പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം പെണ്ണ് വേറെ ഒരു വീട്ടിൽ നിന്ന് ഇവിടെ വരുമ്പം മനസ്സിലായി, ഇവിടെ ഇങ്ങനത്തെ രീതിയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് മനസ്സിലായി സഫക്കേറ്റ് ചെയ്യും. ഇപ്പം നേരെ തിരിച്ച് അങ്ങോട്ടാണെങ്കിലും അതും സഫക്കേഷൻ ഉണ്ടാകും. ഗീവ് ദം ഫ്രീഡം, ലെറ്റ് ദം എക്സ്പ്ലോർ മനസ്സിലായി. അപ്പോൾ ഇവിടെ വരുമ്പം പറയുന്നത് ഹെൻസ് എ മാൻ ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ. അപ്പോൾ നിങ്ങളാരും ഇനിയും ഇതേപോലെ നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ദുഃഖിക്കരുത്. ലെറ്റ് ദം ഗ്രോ ആൻഡ് എക്സ്പ്ലോർ ദെയർ ലൈഫ് വിത്ത് ദെയർ വൈഫ്. ഓക്കെ, ഭാര്യയുടെ കൂടിയെന്ന് ഇതേക്കട്ടെ. ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തവരെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പൈതൽ അവസാനം മറ്റേ പൈതലിനെ സ്നേഹിക്കാതെ വരും, പ്രശ്നങ്ങളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം അത് കളയണം. ഓക്കെ, പിന്നെ അടുത്ത വേർഡ്, 2 of them were naked. ആദമും ഭാര്യയും, മനുഷ്യനും മനുഷ്യത്തെയും. ഇവിടെ ഈശായും ഈശു. അത് പറയുന്നത് ISH എന്നാണ്, ഈശ് ആണെന്നുള്ളത്. പെണ്ണെന്നുള്ളത് വരുമ്പം ഈശ എന്നാണ് വരുന്നത്. മനസ്സിലായി,
ISH വരും, ചിലടത്ത് ISSH വരും. മനസ്സിലായോ? അങ്ങനെ ഇത്. അപ്പം വുമൺ എന്ന് പറയും. അപ്പം ആ ISH എന്നുള്ളത് മാറ്റി ESH ആക്കി വന്ന തീ എന്നാണ് വരുന്നത്. മനസ്സിലായി? ചില സമയത്ത് വേർഡ് പ്ലേ വരും. മനസ്സിലായി? വേർഡ് പ്ലേ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ അടുത്ത വേർഡിൽ പോകുമ്പോൾ ഇപ്പോൾ ഇഷ് എന്നുള്ളത് ഏഷ് ആയിക്കഴിഞ്ഞാൽ ESH ആയിക്കഴിഞ്ഞാൽ തീ എന്നാണ് വരുന്നത്. മനസ്സിലായി? അപ്പം ബൈബിളിൽ അങ്ങോട്ടും ഇനിയും വരുമ്പം ഇതേപോലെ വേർഡ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മീനിങ്, ഒരു വാക്കിന് ഡബിൾ മീനിങ്. ഇപ്പം ആദമ ഭൂമി എന്ന് എടുത്തത് കൊണ്ട് ആദമ. മനസ്സിലായി? മനുഷ്യനും ആദമ, ഭൂമിക്കും ആദമ. മനസ്സിലായി? ആഡം, ആദമ എന്നെടുത്തുകൊണ്ട് ആഡം. മനസ്സിലായി? വേർഡ് പ്ലേ അവിടെ വരുന്നത്. അതേപോലെ ഇനിയും വരുന്ന വാക്കാണ് അറൂമീം. അറൂമീമും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറ്റ്ബോഷേഷു എന്ന് വരുന്നുണ്ട്. അവർക്ക് നഗ്നരായി തോന്നിയില്ല. മനസ്സിലായി? അവർക്ക് ഷെയിം തോന്നിയില്ല. നഗ്നർ എന്നുള്ള അറൂമീം, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അറൂമീം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. മനസ്സിലായി? പ്ലൂറൽ എന്നുള്ള രണ്ട് ഇതുണ്ട്. ഒന്നിൽ കൂടുതലുള്ള സാധനത്തിനും പറയും, വലിയ സാധനത്തിനും അറൂമീം പറയും. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആന ഒരു ബിഗ് സാധനമല്ലേ. അപ്പോൾ ആനയുടെ 10 മടങ്ങാണല്ലേ ഡൈനോസർ. അപ്പം എന്ന് പറയുന്നില്ല. അപ്പം ഗദോലീം, ആന, എലിഫൻറ്റ് ഈസ് എ ഗദോൽ. മനസ്സിലായി? അപ്പോൾ ഡൈനോസർ കഴിയുമ്പോൾ ഗദോലീം എന്ന് പറഞ്ഞു വരും. മനസ്സിലായി? അതേപോലെ ഒന്നിൽ കൂടുതൽ ഒരാനയ്ക്ക് ഗദോൽ പറയും, ഒരു 10 ആനയ്ക്ക് ഗദോലീം പറയും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഇവിടെ അറൂമീം എന്ന് പറയുന്ന രണ്ടുപേരുടെയും അവസ്ഥ. നേക്കഡ്, ഈ നേക്കഡ് എന്നുള്ള വാക്ക് മാത്രമല്ല അവിടെ യൂസ് ചെയ്യുന്നത്. പ്രൂഡൻറ്റ്, വക്രബുദ്ധി എന്ന് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ വരുമ്പം പാമ്പ് കൗശലക്കാരനായിരുന്നു എന്ന് പറയുന്നത് അറൂം എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പം കൗശലം. അപ്പോൾ ഇവിടെ വന്ന് അവർക്ക് ഇതുവരെയായിട്ടും ഷെയിം തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുരട്ടുബുദ്ധി അല്ല എന്നത് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ വേർഡ് കൗശലബുദ്ധി ഇതുവരെയായിട്ടും അവർക്ക് വന്നിട്ടില്ല. മനസ്സിലായി? അതുകൊണ്ട് അവർക്ക് ആ ജീവിതത്തിൽ നഗ്നത, 2 വേർഡ് പ്ലേ. മനസ്സിലായി? ഒന്ന് അവർ ഫിസിക്കൽ നഗ്നതയും അതുകൊണ്ട് അവർക്ക് ഷെയിം ഉണ്ടായിട്ടില്ല. 2, അവരിതുവരെയായിട്ടും പാപത്തിന് അടിമപ്പെട്ടിട്ടില്ല. മനസ്സിലായി? അവരുടെ നിഷ്കളങ്ക മനോഭാവമായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റി? ഇതുവരെയായിട്ടും ഷെയിം ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ അവർക്ക് 2 കാര്യം. ഒന്ന്, നഗ്നരായിരുന്നു, പക്ഷെ അന്ന് അവർക്ക് നടന്നു. അപ്പുറത്തെ ഭാഗത്ത് അവർക്ക് ഇതുവരെയായിട്ടും അവരിപ്പോഴും നിഷ്കളങ്കരായി. അതുകൊണ്ട് അവർക്ക് നാണം തോന്നും. അപ്പം എന്നാൽ അടുത്ത പാവം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഓടി ഒളിക്കുക ചെയ്തത്. മനസ്സിലായി? ഹൈഡ് ചെയ്തു. മനസ്സിലായി? ഇപ്പം ഹൈഡ് ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓപ്പൺ ടു ദ പബ്ലിക്. മനസ്സിലായി? എന്ന് വെച്ചാൽ അവർക്ക് നാണം തോന്നേണ്ട ആവശ്യമില്ല. അവരെന്നിട്ടും ഒന്നിനും എക്സ്പോസ് ആയിട്ടില്ല, ഈവലിന് എക്സ്പോസ് ആയിട്ടില്ല. നൗ ദേ ആർ ഗുഡ്, റൈറ്റ്? ആ ഒരു ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. 18 മനുഷ്യൻ തന്നെ ഇരിക്കുന്നത് നന്നല്ല എന്ന് തോന്നി. കാരണം ഈ പുള്ളി ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല. ഈ പുള്ളിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ഇത് കൊടുക്കണം. നമ്മൾ തമാശ രീതി പറഞ്ഞ് ഓപ്പോസിറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് വേണം. മനസ്സിലായി? ഒരു സോൾജറിനെ വേണം. മനസ്സിലായി? ഈ പുള്ളിക്ക് ഒരു ഡ്രൈവിംഗ് ഫോഴ്സിനെ വേണം. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുന്നത് ആനിമൽസിനെ എല്ലാം കൊണ്ടുവന്നിട്ടും അവർക്ക് എല്ലാത്തിനും പേരിട്ടിട്ടും മനുഷ്യന് തോന്നിയില്ല വേഴ്സ് മൈ കൗണ്ടർ പാർട്ട്, എനിക്കൊരു വേണം, അല്ല വേഴ്സ് മൈ ഇത്. മനസ്സിലായി? അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ചോദിച്ചോ ഇല്ലയോ ഐ ഡോണ്ട് നോ, ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ അടുത്ത മൂമെൻറ്റ് ദൈവം
ഇത് ചെയ്യുന്നുണ്ട്. ഒരു ഡീപ്പ് സ്ലീപ്പ് വിഷൻ കൊടുത്തു. വിഷൻ കൊടുത്തിട്ട് പറഞ്ഞു, കാണിച്ചു കൊടുത്തിട്ട് ഇന്ന ഓൾക്ക ഉണ്ടാക്കാൻ പറ്റും. മേ ബി അതും ഒരു വേർഡ് പ്ലേ ആയിരിക്കും. മനസ്സിലായോ? വേർഡ് പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷൻ ആദ്യം കൊടുത്തു. ആ വിഷൻ കൊടുത്തു കഴിഞ്ഞ് ഉറങ്ങിയപ്പം നേരെ ഓപ്പോസിറ്റ് മനസ്സിലായെടുത്ത് സ്ത്രീയെ ഉണ്ടാക്കി. ആ സ്ത്രീയെ സൃഷ്ടിച്ചു. മനസ്സിലായി. എന്നിട്ട് മറ്റേ മിസ്സിങ് പാർട്ട്, രണ്ടുപേരുടെ മിസ്സിങ് പാർട്ട് എടുത്ത് ഇത് വെച്ചുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ഥലം എന്നാണ് ആ വാക്ക്. എന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഇമേജിൻ്റെ നേർ പകുതി സ്ഥലം. മനസ്സിലായി. ദൈവത്തിൻ്റെ സ്ഥലമായിരുന്നു നമ്മൾ, നമ്മുടെ സ്ഥലമാണ് സ്ത്രീ. ഓക്കെ, അത് മറന്നു പോരുത്. ഈ സെയിം രീതിയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. മനസ്സിലായി. അതല്ല സ്റ്റെപ്പല്ല ഉദ്ദേശിക്കുന്നത്. അതൊന്ന് അന്നും ഇതേപോലത്തെ സ്ത്രീകളെ ആ സഭയിലും ചിലപ്പം മിസ്യൂസ് ചെയ്യുന്നുണ്ട് കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത്. മനസ്സിലായി. അപ്പോൾ അവിടെ വന്നപ്പം ഇത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ഒത്തിരിയും കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ എന്ന് കഴിഞ്ഞാൽ ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും, ഇപ്പോൾ ഭർത്താക്കന്മാരുടെ ഒരു കാര്യം മനസ്സിലായി, തലയെ നിന്ദിക്കാനൊന്നും ചെയ്യരുത്. ഡോണ്ട് ഡു എനിത്തിങ്. ഭർത്താവ് ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പം വലിയ കഴിവുകളൊന്നുമില്ലായിരിക്കും, ചിലപ്പം മണ്ണുണ്ണിയായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ഞാനൊരു മണ്ണുണ്ണി, ഇറ്റ്സ് ഓക്കെ. എന്നെ മണ്ണുണ്ണി ഇറ്റ്സ് ഓക്കെ, മണ്ണുണ്ണിയായിരിക്കും. പക്ഷെങ്കിൽ ഒരിക്കലും തേച്ച് കെട്ടരുത്. കാരണം തലയെ നിന്ദിക്കരുത്. ആ നിന്ദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു ദൈവത്തെ നിന്ദിക്കുക, ചീറ്റ് ചെയ്യുന്ന സ്വഭാവം. അതിനെന്താ പറയുന്നത്, അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യരുത്. അതേപോലെ സെയിം തിങ് ഇപ്പുറത്തും ദൈവം നമ്മളോട് കാണിച്ച കരുണ പോലെ നമുക്ക് ഈ സെയിം കോൺസെപ്റ്റാണ് എന്തോ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഇപ്പം ശരിയാ സെയിം കോൺസെപ്റ്റാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. നമ്മളോട് കാണിച്ച കരുണ പോലെ തന്നെ നമ്മൾ കാണിക്കും. മനസ്സിലായി. അപ്പോൾ അതാണ് ആ ഭാഗങ്ങൾ ഇപ്പം ഫാഷൻ ചെയ്ത് നേർ പകുതി എടുത്ത്. അതേപോലെ വേറൊരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ പറയേണ്ട അടുത്ത മനുഷ്യൻ പറയുന്നു, എന്നിൽ നിന്ന് എടുത്തുകൊണ്ട് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാസത്തിൽ നിന്ന് മാസം. ഇപ്പം നമ്മൾ റിബ് മാത്രം എടുത്തിട്ടുള്ളെങ്കിൽ എന്തിനാണ് ഇവിടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാസം എന്ന് പറയുന്നത്? അസ്ഥിയിൽ നിന്ന് എടുത്തതെന്ന് മാത്രം പറഞ്ഞാൽ പോരാണ്. മനസ്സിലായി. ഇപ്പോൾ ഹോൾ നേർ പകുതി എടുത്ത് എന്നുകൊണ്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ നോർമലി നിങ്ങൾ തിങ്ക് ചെയ്യും, ഹൗ ഇസ് ആ പോസിബിൾ? ദൈവത്തിന് എവറിത്തിങ് ഈസ് പോസിബിൾ. ഇതിന് മുമ്പിലത്തെ ഉള്ള ക്രിയേഷൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇറ്റ്സ് ബിയോണ്ട് സയൻസിൻ്റെ ബിയോണ്ട്. ഓക്കെ, അപ്പം ദൈവം എടുത്ത് സ്ത്രീയെ ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ആ ആൾക്ക് പേരിട്ടു, എൻ്റെ ഈശായിൽ നിന്ന് എടുത്തുകൊണ്ട് ഈശി എന്നിട്ട് പേര് കൊടുത്തു. എന്തിനാ പേര് കൊടുത്ത്? ഇയാളെ സംരക്ഷിക്കേണ്ട ചുമതല എൻ്റെ ആണ്. I gave her a name. Okay? And it is my responsibility that സബോർഡിനേഷൻ അല്ല. ഈ സബോർഡിനേഷൻ പോലുള്ള ചിന്താഗതിയാണ് യേശുപ്പച്ചൻ ഭൂമി വന്നപ്പം മാറ്റാനും ശ്രമിച്ചത്. മനസ്സിലായോ? പക്ഷെങ്കിൽ നടന്നില്ല. നടന്ന് കുറച്ചൊക്കെ കാണിച്ചു. പക്ഷെ എങ്കിലും മനുഷ്യൻ്റെ പിന്നെയും ആ പഠിച്ചു വെച്ച ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോൾക്ക് പരീക്ഷന്മാരുമായിട്ട് ഫുള്ളി മാറ്റാൻ ശ്രമിക്കാൻ പറ്റി. ഇപ്പം എനിക്കൊന്ന് ഇപ്പോഴും ആ വേറെ വ്യത്യാസം അവരിലുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സമൂഹങ്ങളിൽ ഒത്തിരി ഉണ്ട്. പക്ഷേ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരായതുകൊണ്ട് ആണുങ്ങളെ ഒരു സൈഡിലും പെണ്ണുങ്ങളെ ഒരു സൈഡിലും എടുത്തേക്ക്. കാര്യം എന്താ, ഞങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാം ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാം. അടുപ്പിച്ച് ഇരുത്തി പോയി കഴിഞ്ഞാൽ അവിടെയും സ്വസ്ഥത തരത്തില്ല. മനസ്സിലായോ? അവിടെയും ഞങ്ങളുടെ സ്വസ്ഥതകളെയും എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ സ്വസ്ഥതകളെയും ചർച്ച വരുമ്പോഴും ഞങ്ങളുടെ സ്വസ്ഥതകളെ. അതുകൊണ്ട് അപ്പച്ചന്മാരുന്നു നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നു. മനസ്സിലായി? അങ്ങനെയെങ്കിലും മനസ്സിലായി ഒരു സന്തോഷം ദൈവസന്നിധിയിലെ സന്തോഷം പ്രാപിക്കട്ടെ വിചാരിച്ചുകൊണ്ട് രണ്ടിനെയും മാറ്റിയിരുത്തിക്കുന്നു. ഓക്കെ, തമാശ രീതി എടുക്കാവുള്ള ഇതൊക്കെ. അപ്പം എനിവേ അസ്ഥിയിൽ നിന്ന് അസ്ഥി ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യമുണ്ട്. എൻ്റെ പ്രിയ സ്ത്രീ സഹോദരിമാരോട് പറയാനുണ്ട്.
നിങ്ങൾ പേരൻസിനെ, 2 പേരൻസിനെ അല്ലെങ്കിൽ ആ ആളുടെ പേരൻസിനെ, നിങ്ങളുടെ ഈഷിൻ്റെ പേരൻസിനെ വയ്യാതായിരിക്കുമ്പോൾ ടേക്ക് കെയർ ചെയ്യണം. പ്ലീസ് ടേക്ക് കെയർ ചെയ്യണം, അവഗണിക്കുക. നിങ്ങളുടെ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യുക. അതിനോ നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ നല്ല ശരിക്കും ടേക്ക് ചെയ്യണം. പക്ഷേങ്കിൽ ഇത് എന്തോ ആ ചെറുക്കൻ്റെ അല്ലെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യാൻ ഒരു സന്മനസ്കത കാണിക്കണം. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിങ്ങളെപ്പറ്റി ആണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോട് ചോദിച്ചാലും പറയും, എൻ്റെ വീട്ടിലുള്ള ആരോട് ചോദിച്ചാലും പറയും, ഞാൻ നോക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് എൻ്റെ ഭാര്യ നോക്കുന്നത്, എൻ്റെ പേരൻസിനെ നോക്കിയതും നോക്കുന്നതെന്നും പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും ഞാനാണ് ഇച്ചിരി പുറകിൽ, ഭാര്യയാണ് എല്ലാം നോക്കണം. അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ ധൈര്യത്തോടെ പറയാം. പക്ഷേ പല സ്ഥലങ്ങളിലും 2 ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ പേരൻസിനെ അവർ നമുക്ക് വേണ്ടി ഇത്ര സാക്രിഫൈസ് ചെയ്ത് വളരുന്നുണ്ടോ, കുഞ്ഞു വളരുന്നുണ്ടോ, ഇതെല്ലാം നോക്കിക്കൊണ്ട് വരും. മനസ്സിലായി? നമ്മളെ വളർത്തി വലുതാക്കി കഴിയുമ്പം നമ്മൾ അവരോട് കാണിക്കുന്ന ക്രൂരതയല്ലേ. മനസ്സിലായി? ചില സ്ഥലത്തൊക്കെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഞാൻ കേൾക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ തല പൊട്ടിപ്പോവും, അത്രയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നത്. എനിവേ, കഴിഞ്ഞ ദിവസം ഇത് കേട്ടപ്പം ഒരു വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എങ്ങനെ വസ്ത്രത്തിൻ്റെയും കല്യാണത്തിനുള്ള പങ്കാളിയെയും ഇടയും കാര്യം മാതാപിതാക്കന്മാരുടെ അടുക്കെ ഇങ്ങനൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായപ്പം പറയണ്ടായി, എനിക്ക് എൻ്റെ കാര്യം നോക്കാറിയാം, ഏത് വസ്ത്രം ധരിക്കണമെന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, ഏത് പാർട്ണറിനെ ചൂസ് ചെയ്യണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, അങ്ങനെ. അപ്പം എൻ്റെ മനസ്സിൽ അന്നേരം തോന്നിയ ചോദ്യം, ഇന്നെ വളർത്തി ഇത്രയും വലുതാക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ വളർത്തണമെന്നും ഇന്ന കോളേജ് വിട്ട് ഇത്ര എഡ്യൂക്കേഷൻ കിട്ടണമെന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടില്ലല്ലോ. ആ പാവും മാതാവും പിതാവും സ്നോയത്തും എല്ലാ സ്ഥലത്തും കഷ്ടപ്പെട്ട് വളർത്തി നിന്നെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? മനസ്സിലായി? അപ്പം പ്ലീസ്, ഇപ്പം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആദാമിന് ഒരു ഈക്വൽ പാർട്ണറെ കണ്ടുകിട്ടിയില്ല. പുള്ളിയുടെ കാഴ്ചപ്പാടിൽ ആദാമിൻ്റെ കാഴ്ചപ്പാട് കണ്ടുകിട്ടിയില്ല. ആർക്കാണ് കൊടുത്തത്? ദൈവമാണ് കൊടുത്തത്. മനസ്സിലായി? അതേപോലെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ ഡോണ്ട് ബി സെൽഫിഷ്. സ്വന്തമായിട്ട് പോയെടുക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ദൈവവേദലായി. പണ്ട് ജോയ് പാസ്റ്റർ പറയുന്നത് കേട്ടിട്ടുണ്ട്. മൂത്ത പിശാചിൻ്റെ മൂത്ത മോളെ കെട്ടിക്കൊണ്ട് വരുന്നതിനെ കിട്ടിയാൽ ഒരു ബൈബിൾ പിടിച്ചുകൊണ്ട് ഫാനത്തിലോട്ട് കയറി വരുന്ന ഒരു പൈതലെയാണ് ആവശ്യമുള്ളതാണ് പറയണ്ടത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുമ്പം സെൽഫിഷ് ഒക്കെ തന്നെ ചൂസ് ചെയ്തു, ബട്ട് ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം വന്നപ്പം ഓരോ കല്യാണം വരുമ്പോഴും ഞാൻ പറയും, ദൈവമേ എനിക്കിത് എൻ്റെ സ്വഭാവം ഇങ്ങനെ, എൻ്റെ സ്വഭാവം വെട്ടുപോത്തിൻ്റെ സ്വഭാവം, കുരങ്ങൻ്റെ ആയി പൂമാല കിട്ടിയ പോലെ ഇത് വരുന്നത്. അതുകൊണ്ട് ദൈവമേ എൻ്റെ സ്വഭാവം ഇന്നത് തന്നെ ആക്കിയാൽ ഇങ്ങനെയുള്ളതിന് വരല്ലേ. അപ്പോൾ ഓരോന്നുമ്പോൾ അത് പൊക്കോണ്ടിരിക്കും. ഏറ്റവും അവസാനം എൻ്റെ ഭാര്യയുടെ വന്നപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, വേണ്ട പ്രാർത്ഥിക്കും തോറും അത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായി? ഒരു 3 times ഞാൻ പറഞ്ഞു വേണ്ട എന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ പേരൻസിനോടും ഇത് ഒന്നുകൂടെ നമുക്ക് ആലോചിക്കുന്നത് ശരിയാണോ, വേണോ എന്നൊക്കെയുള്ള ഞാനത് എവറി ടൈം ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ വേണോ എന്ന് ചിന്തിക്കും. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും വന്നുകൊണ്ടിരിക്കും. പിന്നെ ഫൈനലി ഇത് തന്നെയായി. ഓക്കെ, അതേപോലെ ഇപ്പം നിങ്ങൾ പേരൻസിൻ്റെ ഡിസിഷൻ എടുത്തില്ല, ഇറ്റ്സ് ഓക്കെ, നിങ്ങളുടെ ഡിസിഷൻ. പക്ഷേ ദൈവത്തോട് ദൈവമേ എൻ്റെ സ്വഭാവം ഇങ്ങനത്തെയൊക്കെയാണ്, എനിക്കിങ്ങനത്തെയൊക്കെയാണ്. ചിലപ്പം നമ്മുടെ കൾച്ചറൽ ഇഷ്യൂസ് ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, അവർ പിക്ക് ചെയ്തുണ്ട്. പക്ഷേ നിങ്ങൾ പിക്ക് ചെയ്തോ, പക്ഷേങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാവുള്ളൂ. അതേപോലെ പേരൻസിനോട് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. മനസ്സിലായി? പക്ഷേങ്കിൽ ഇത് റോങ് വേയിലൊന്നും എടുക്കില്ല കേട്ടോ. ഞാൻ
പഠിത്തമല്ല, എല്ലാം നല്ലതായിട്ട് ചെയ്യുക, എല്ലാം നല്ലതായിട്ട് നടക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ പേരൻസിനെ നോക്കുന്ന ഇഷ്യൂ വരുന്ന കാര്യത്തിലും പലപ്പോഴും പല പ്രയാസങ്ങൾ, അതേപോലെ പേരൻസ് തലയിടുന്ന കാര്യത്തിൽ വരുമ്പോഴും പലപ്പോഴും ഇഷ്യൂകളൊക്കെ ഇങ്ങനെ ഒത്തിരിയും നമ്മുടെ സമൂഹത്തിലെ ഇഷ്യൂകളൊക്കെ ഇതേപോലെ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ ഈ പ്രശ്നം. ലെറ്റ് ദം ഫൈറ്റ് ഇറ്റ് ഔട്ട്. ബോക്സിങ് ചാമ്പ്യൻസ് ഒരു ഗ്ലൗസ് ഉണ്ട്, രണ്ടുപേരും ഇടിച്ച് ലെറ്റ് ദം ഫൈറ്റ് ഇറ്റ് ഔട്ട്, ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്. അവരുടെ പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ് ചായ ഉണ്ടാക്കുന്ന പോലെ ഇത് മനസ്സിലായി, രണ്ടുപേരും ചായ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പം രണ്ടുപേരും ഒരേ സെയിം മധുരമാവും, മനസ്സിലാവും, ഒരേ സെയിം രുചിയും മധുരമായി പോകും എന്ന് പറയുന്ന പോലെ. ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്, മനസ്സിലായി. അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനത്തെ ഒന്നാമത്തെ കാര്യം ഡോണ്ട് ബി സെൽഫിഷ്, മനസ്സിലായി. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനത്തെ റിബല്യസ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കരുത്. ഓരോ ഡെസിഷൻ വരും ദൈവത്തോട് ചോദിച്ച് എടുത്ത് അപ്രോപ്രിയേറ്റായിട്ട് എടുത്ത്, മനസ്സിലായി, പേരൻസിനോടും എല്ലാവരോടൊക്കെ ചോദിച്ച് മനസ്സിലായി ഒരു നല്ല ഇതെടുക്കുക. അത് കഴിഞ്ഞ് പേരൻസെ നിങ്ങൾ അവർക്ക് ഓവർ പൊസസീവ്നെസ് കാണിക്കരുത്. ഗീവ് ദം ഫ്രീഡം, ലെറ്റ് ദം ഫിഗർ ഇറ്റ് ഔട്ട്. അതേപോലെ മക്കളെ, ഹസ്ബൻഡെ, വൈഫെ, പേരൻസിനെ കൂടെ ഓർത്തോണം, അവരെയും കളയരുത്. അവർക്ക് നമ്മൾക്ക് വേണ്ടി എത്ര സാക്രിഫൈസ് ചെയ്തിട്ട് ഇതിൽ ചിലപ്പോഴൊക്കെ എന്തോ നിസ്സഹായ അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ചിലപ്പം 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും അമേരിക്കയിലാണ്. പേരൻസ് രണ്ടുപേരും കഷ്ടപ്പെട്ട ആ വീട്ടിൽ കിടക്കുന്ന കാണുമ്പോൾ ശരിയാ, അവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, അവസ്ഥ അങ്ങനത്തെ. എങ്കിൽ പോലും വയസ്സാകുമ്പോൾ അവർ അത് കേൾക്കുമ്പോൾ എനിക്കെപ്പോഴും സങ്കടമാണ്, എനിക്കെപ്പോഴും ഒരു വിഷമം. എന്ത് ചെയ്യാനാ? എനിവേ അതങ്ങനെ ഇരിക്കുന്നു. ഇത് കേൾക്കാൻ അവസരം നോക്കിയിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് ഞാൻ നേക്കഡ്നെസ്, അവസാനം വരുന്നത് നേക്കഡ്നെസ് എന്ന് പറയുന്നത് ആ റൂമിൽ 2 നേക്കഡ്നെസ്, ഒന്ന് ഫിസിക്കലും ഒന്ന് അവർക്ക് ഇൻറ്റേർണലും. അവർക്ക് നഗ്നത തോന്നിയിട്ടില്ല. ഓക്കെ, ഇതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിനാൽ എല്ലാം ചന്തവും ഉചിതമായി നടക്കട്ടെ. ഒത്തിരി തമാശ പറഞ്ഞു, എനിക്ക് തമാശ ഫലിതം ഇഷ്ടമാണ്, അതുകൊണ്ട് ഫലിതങ്ങളോടെ കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. തെറ്റിദ്ധാരണയായിട്ട് എടുക്കരുത്. എല്ലാ സ്പോർട്സ്മാൻ ഇത് സ്പിരിറ്റിലെടുക്കണം. എന്തെങ്കിലും അമിതമായി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴേ ക്ഷമ ചോദിക്കുന്നു. ഒരു തമാശ രീതി തമാശ രീതി, എൻ്റർടൈൻമെൻ്റ് അല്ല, തമാശ രീതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഇതേപോലുള്ള തമാശകളൊക്കെയാണ് ഞാൻ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ വായിച്ചപ്പോൾ ഓരോ ചിന്തകൾ, പഴയ തമാശകളെല്ലാം വന്നു. പിന്നെ ഇതിൻ്റെ ആ ബിഹൈൻഡ് മീനിങ് ഒക്കെ വായിച്ചപ്പോൾ വേണം, ഇമേജ് റിബല്ല മറ്റേതാണ്, വിഷൻ സ്ലീപ്പല്ല വിഷനാണ് എന്നൊക്കെ വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം. അറോമീം എന്നൊക്കെ വായിച്ചപ്പോൾ കുറേ സന്തോഷമായി. അതേപോലെ മനുഷ്യനെ ലോൺലി ആയിട്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് എസയർ എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര ഒരു പവർഫുൾ വാക്കാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് നിങ്ങളോടുകൂടി അതൊക്കെ ന്യൂ പഠിത്തമായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂടെ സന്തോഷിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞുള്ളൂ. ഇനിവേ ദൈവം സഹായിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് 3-ാം അധ്യായം തൊട്ട് തുടങ്ങാം. ഓക്കെ, ഇപ്പം പ്രാർത്ഥിക്കാം. സ്നേഹിതാവേ, ഞങ്ങൾ ഇന്നത്തെ ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ദൈവമേ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം മുതൽ 25 വരെ വായിക്കാൻ ഇടയാക്കിയല്ലോ. അതിൻ്റെ അകത്ത് ദൈവമേ മനുഷ്യൻ നല്ലതല്ല എന്ന് കണ്ടു. തക്കതായ തുണ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കാൻ ഇടയാക്കിയല്ലോ. ഒരു സോൾജിയർ, സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും എന്ന് ഞങ്ങൾക്ക് വായിക്കുവാൻ ഇടയായല്ലോ. ദൈവമേ, പലപ്പോഴും ഞങ്ങളുടെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ചിന്താഗതി കൊണ്ടാണ് പലപ്പോഴും സബോർഡിനേഷൻ പോലുള്ള രീതിയിലാണ് ഈക്വൽ പാർട്ട്ണറായിട്ട് കാണേണ്ടത്. സബോർഡിനേഷൻ പോലുള്ള രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ, ഒരു അങ്ങനെ ആ രീതിയിലാണ്
സമൂഹവും പലപ്പോഴും പല രീതി പല ആൾക്കാരും എടുക്കുന്നത്. ദൈവമേ, അതിൽ നിന്നൊരു മാറ്റം വരും. വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു കുറ്റബോധം ഉണ്ടാകുവാൻ. ദൈവമേ, എൻ്റെ ഭാര്യയാണ്, എന്നെപ്പോലെ തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇമേജ് ആകുന്നത് എന്നുള്ളൊരു ബോധത്തോടുകൂടി ദൈവമേ, അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടി ആയിരിക്കുവാൻ സഹായിക്കണമേ. അതേപോലെ ഞങ്ങൾ പേര് കൊടുത്തു സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങളുടെയാണ്. പലപ്പോഴും സംരക്ഷിക്കേണ്ട പല കാര്യങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കാതെ ഞങ്ങൾ അബ്യൂസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവസാനമായി ഞങ്ങൾ ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് നഗ്നരായി എത്തിയിട്ടില്ല. പക്ഷേ പാപം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നഗ്നരായി തോന്നിയിട്ടില്ല. പക്ഷേ എന്നാൽ ഇനിയും പാപം ചെയ്യും. ഞങ്ങൾ വീഴ്ത്തപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ അവിടെ നിന്ന് ഞങ്ങളെ കൈവിടാതെ ഉപേക്ഷിക്കാതെ ഞങ്ങളെ ഒരു സബോർഡിനേറ്റ് അല്ല സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആകാതെ അപ്പച്ചൻ്റെ ഇമേജാണെന്ന് അപ്പച്ചൻ കണ്ടു. ഞങ്ങളെ യേശുപ്പച്ചനെ ഞങ്ങൾക്ക് നൽകി തന്നു. ഞങ്ങളെ വീണ്ടെടുത്തു, ഞങ്ങളെ രക്ഷിച്ചു. ദൈവമേ, അബ്ബാ പിതാവെന്ന് വിളിക്കാൻ പുത്രത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നു. ആ ദൈവത്തിനായ സ്തോത്രം. ദൈവമേ, ആ സ്നേഹം ഞങ്ങളോട് കാണിച്ച പോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ മറ്റുള്ള പാർട്ണറോടും കാണിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങനെ ദൈവമേ, ഞങ്ങൾ അച്ഛൻ്റെ നാമത്തിനും മഹത്വത്തിനും ഒരു യോഗ്യരാക്കി തീർത്ത് നല്ലൊരു ജീവിതം നയിക്കാൻ ഞങ്ങളെ ഇനിയും ജീവിതത്തിനുമായിട്ട് ദൈവമേ ആഗ്രഹിക്കുന്നവരുണ്ട്, പേടിച്ചിരിക്കുന്നവരുണ്ട്. ആ പേടികളെല്ലാം മാറ്റി ദൈവമേ പ്രാർത്ഥനയോടുകൂടി ജീവിതത്തിൽ കടക്കുവാനും ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങളുടെ പേരൻസിനെ ഞങ്ങൾക്ക് നല്ലതായിട്ട് നോക്കുവാനും ദൈവമേ അങ്ങനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയർത്തിക്കട്ടെ, സഹായിച്ചാട്ടെ. സകല മാനവും മാത്രം ശക്തി രാജു അപ്പച്ചനെയും ഇന്നത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമായി പതിവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവുക ഇടയാക്കണമേ. യേശു മനസ്സാക്കണം. യേശാത്തിനെ ആമേൻ.